പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് കാർഷിക സർവകലാശാലയിൽ നിന്ന് പഠിച്ച ആരെങ്കിലും കൊടുത്തിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കലുണ്ടോ? ഉണ്ടോ? ഒരു കൃഷി ഇവിടെയൊക്കെ നെല്ല് കൃഷി ചെയ്യുന്നില്ലേ? പഴയ കാലത്ത് നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരാരെങ്കിലും മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാ? അല്ലല്ലോ. അവരങ്ങനെ വന്നവരാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ വില്ലേജിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ എന്തുണ്ട്? കൃഷി ഓഫീസ് ഉണ്ട് അല്ലേ? ആ കൃഷി ഓഫീസിൽ നിന്ന് വിത്ത് തരും, വളം തരും, അതിന്റെ പുറമെ എങ്ങനെ കൃഷി ചെയ്യണമെന്ന ട്രെയിനിങ്ങും തരും. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഉണ്ടാകൂ എന്നുള്ളതാണ്. അവർ തരുന്ന വിത്തല്ലാതെ പഴയ കാലത്ത് ഇതുപോലെ ഒരു കുമ്പളം, ഇവിടെ പറയില്ലേ കുമ്പളം അല്ലേ? കുമ്പളം. ആ കുമ്പളം പഴയ കാലത്ത് നമ്മൾ ആരെങ്കിലും നട്ടുപിടിപ്പിക്കാറുണ്ടോ? ഇല്ല. കഴിച്ചുകൊണ്ട് കഴിഞ്ഞ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന കുമ്പളത്തിന്റെ നന്നാക്കുമ്പോൾ സാധനം നമ്മൾ കൊണ്ടിട്ട് എവിടെയിടും? തെങ്ങുകുഴിയിലിടും അല്ലേ? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തെങ്ങുകുഴി എന്ത് ചെയ്യും? ഇഷ്ടംപോലെ വളഞ്ഞു. നമ്മൾ ആകെ ചെയ്യേണ്ടിയിരുന്നത് എന്താ? പാടെ അങ്ങ് വഴി തെറ്റി അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വേലിപ്പുറത്ത് അതിനെ മെല്ലെ ഒന്ന് തിരിച്ചിങ്ങോട്ട് വെക്കും അല്ലേ? മോനെ, അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് അധികാരമില്ല, അത് നമ്മുടെ പറമ്പല്ല, അതുകൊണ്ട് ഇതിൽ ഇങ്ങോട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ കയറ്റിയിട്ട് നമ്മൾ പുറത്തേക്ക് അങ്ങ് വിട്ടാൽ ഒരു 50 കുമ്പളം നരച്ച് കുമ്പളങ്ങി അവിടെ കിടന്നോളും അല്ലേ? നമുക്ക് ആവശ്യത്തിന് ഓണത്തിനോ വിഷുവിനോ പെരുന്നാളിനോ ഇനി നേർച്ചക്കോ എവിടെ വേണമെങ്കിലും അതിന് എന്ത് ചെയ്യും? ആ പത്തോ അതിനകത്ത് കുമ്പളം കണ്ടില്ല, ഒന്ന് കാട്ടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുറിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും മുളച്ചു വരുന്ന കുമ്പളം തൈ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് കുമ്പളം വേണമെങ്കിൽ എന്ത് വേണം? അതിനായി ഉണ്ടാക്കിയ വിത്ത് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് അവർ പറയുന്ന അകലത്തിൽ തടവിട്ട് അവർ പറയുന്നത് പോലെ അതിന് വെള്ളവും വളം ഒഴിച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുവന്നാൽ ഒരു 5 or 8 കുമ്പളം കിട്ടിയാലായി അല്ലേ? അതിനപ്പുറത്തേക്ക് ഒന്നും കേട്ടോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാലത്തിന്റെ മാറ്റം കുഞ്ഞുങ്ങൾ വളർത്തുന്നിടത്ത് നമുക്കത് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. പഴയ കാലത്തൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടാ പലരും രക്ഷകർത്താക്കൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെയാണോ? അല്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹൈലതി യദിരികനി. ഏറ്റവും സ്നേഹാദരങ്ങളുള്ള മഹല്ല ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, യോഗത്തിൻ്റെ അധ്യക്ഷൻ, മറ്റ് ഉദ്ഘാടനം നിർവഹിച്ച ഫാദിലി ഉസ്താദ്, സദർ മുഅല്ലിം, മറ്റു ഉസ്താദുമാരെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ സ്വർഗത്തിലിരിക്കുന്നതിന് കാരണമാകുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഇത് പാരൻറ്റിങ് ട്രെയിനിങ് ആണ്. രക്ഷകർതൃത്വത്തെ പഠിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിരന്തരമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇഫക്റ്റീവ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എല്ലാ മേഖലയിലും കൃത്യമായ ട്രെയിനിങ്ങുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കുടുംബമാകുന്ന സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകയുള്ളൂ എന്നതുകൊണ്ടാണ്. ചെരുപ്പിൻ്റെ കച്ചവടം നടത്തുന്ന 10ലധികം ചെരുപ്പ് കടകളുള്ള ഒരു ടീമിൻ്റെ മാനേജർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ട്രെയിനിങ് വേണം. ആരാ അവിടെ ജോലി ചെയ്യുന്നത്? ചെരുപ്പ് വാങ്ങാൻ വരുന്നവർക്ക് ചെരുപ്പ് എടുത്തു കൊടുക്കുന്ന സെയിൽസ്മെൻ. അപ്പോൾ സെയിൽസ്മെൻ ആയിട്ടുള്ള ആ 10ലധികം കടകളിൽ ഏതാണ്ട് 100ലധികം വരുന്ന സ്റ്റാഫുണ്ട്. ആ സ്റ്റാഫിനൊരു ട്രെയിനിങ് വേണം. ഇപ്പോൾ മദ്രസകളിലെ ഉസ്താദുമാർക്ക് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കമ്പനികളിലും ആ കമ്പനികളിലെ വർക്കേഴ്സിന് ട്രെയിനിങ് നടക്കുന്നുണ്ട്. എന്തിനാണ്? അത്തരത്തിലുള്ള ഏതൊരു സ്ഥാപനവും നന്നായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ അവർക്ക് എങ്ങനെയാണ് അവിടെ പ്രവർത്തിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിന് ട്രെയിനിങ് കൊടുക്കണം. എന്നതുപോലെ തന്നെ ലോകക്രമത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഒരു കുടുംബം എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്നാണ് ലോകത്തിന് വ്യത്യസ്തങ്ങളായ പദവികൾ അലങ്കരിക്കുന്ന മനുഷ്യരെ സംഭാവന ചെയ്യുന്നത്. അവർ ഡോക്ടേഴ്സ് ആവാം, എൻജിനീയേഴ്സ് ആവാം,
സയൻറ്റിസ്റ്റുകളാവാം, ലോകത്ത് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകർത്താക്കളാവാം, ബ്യൂറോക്രാറ്റുകളാവാം, ഉസ്താദുമാരാവാം, ജഡ്ജിമാരാവാം. ഭാവിയിൽ ഇവരെന്താണോ ആകുന്നത്, ഭൗതിക വിദ്യാഭ്യാസം അത് ആക്കുന്നതിന് വേണ്ടിയുള്ള കാര്യമാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ എങ്ങനെ ആകണം എന്നുള്ള കാര്യമാണ് മോറൽ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് കിട്ടേണ്ടത്. ഞാനൊരു ഉദാഹരണം പറയാം. എറണാകുളത്തെ പ്രശസ്തമായ ഒരു ആശുപത്രി. ആ ആശുപത്രിയിൽ മൃതപ്രായനായി ആക്സിഡൻ്റ് പറ്റിയ 21 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കൊണ്ടുവന്ന് ചികിത്സിക്കുകയാണ്. അഡ്മിറ്റ് ആകുന്നത് തന്നെ വെന്റിലേറ്ററിലേക്കാണ്. വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിൽ 7 ദിവസമാണ് വെന്റിലേറ്ററിൽ ആ കുട്ടി കിടക്കുന്നത്. 21 ഇയർ ഓൾഡാണ്, 21 വയസ്സുണ്ട് ആ ചെറുപ്പക്കാരൻ. ഇടയ്ക്കിടെ നമ്മൾ പോകുന്നു, വെന്റിലേറ്ററിലൊക്കെ കിടക്കുമ്പോൾ നിങ്ങൾക്കറിയുമെന്ന് അറിഞ്ഞൂടാ, ഇടയ്ക്ക് നമ്മൾ പോകും, തുടച്ചു കൊടുക്കും, ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കും, പുതപ്പിച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ദിവസത്തിൽ ഒരു തവണ കുടുംബത്തിന് അവരെ ഒന്ന് പോയി കാണാം. ഒരുപാട് മെഷീനറികൾ ഘടിപ്പിച്ചിട്ട് അവരങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ 7ാമത്തെ ദിവസം വൈകുന്നേരമാകുമ്പോൾ ഡോക്ടർ വന്നിട്ട് കുടുംബത്തോട് ചോദിക്കുകയാണ്, നേരത്തെ അപസ്മാരം പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടിക്ക് ഉണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ പ്രാർത്ഥിച്ചോളൂ, മരുന്നുകളോട് കുഞ്ഞ് പ്രതികരിക്കാതെയായിരിക്കുന്നു. എന്നിട്ട് അവരോട് 2 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേ ഡോക്ടർ വന്നിട്ട് പറയാണ്, കുറച്ച് പേപ്പേഴ്സൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മേ പ്ലീസ് സൈൻ ഇറ്റ്, അതിൽ ഒപ്പിട്ടോളൂ. കാരണം വളരെ അടിയന്തിരമായി ചില ശസ്ത്രക്രിയകൾ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അതെപ്പോഴാണ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ചെയ്യേണ്ടി വന്നാലോ, അത് അഡ്വാൻസ് ആയിട്ട് കുറച്ച് പേപ്പറുകൾ ഒപ്പിട്ട് കൊടുക്കുന്നു. നമ്മളൊക്കെ അങ്ങനെയാണല്ലേ, ഒപ്പിട്ട് കൊടുക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. അതും കഴിഞ്ഞ് പിറ്റേ ദിവസം ആ കുഞ്ഞ് മരണപ്പെട്ടതായി ഡോക്ടർമാർ അറിയിക്കുകയാണ്. ഇപ്പോൾ നിവൃത്തിയൊന്നുമില്ല അല്ലേ. സാധാരണ നമുക്കറിയാം, ആശുപത്രിയിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിലിട്ടാൽ അപൂർവമായി മാത്രമാണ് പിന്നെ തിരിച്ചെന്ത് ചെയ്യാറ്, ഇങ്ങോട്ട് വരാറ്. ആ വെന്റിലേറ്ററിൽ നിന്ന് എപ്പോഴാണോ മാറ്റുന്നത് ആ സമയത്ത് എന്ത് ചെയ്യും, കൃത്രിമ ശ്വാസോച്ഛ്വാസം നിലക്കുന്നതോടുകൂടി ആൾ മരിച്ചു എന്ന് വിധി എഴുതും. അപൂർവമായിട്ട് തിരിച്ചു വരാറുണ്ട്. അള്ളാഹു അത്തരം ദുർഘടമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെയും കുടുംബത്തെയും കാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത്, നോർമലായിട്ട് സംഭവിച്ച ഒരു ആക്സിഡൻറ്റും അതിനെ തുടർന്നുണ്ടായ വെന്റിലേറ്ററിലേക്കുള്ള ഇടലും ആൾ മരിക്കലും, ഏതാണ്ട് 6 ദിവസം 7 ദിവസമൊക്കെ വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ഏതാണ്ട് ആ കുടുംബം ആ മരണത്തോട് എന്തായിട്ടുണ്ടാകും, താതാത്മ്യം പ്രാപിച്ചു പോയിട്ടുണ്ടാകും. നിങ്ങട്ടുണ്ടാവില്ല എന്നുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ടാകും. മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും സ്വാഭാവികമായിട്ടൊന്നും സംഭവിച്ചില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ ഡോക്ടർ ഈ കുടുംബത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ മകന് ഇതിന് മുമ്പ് എന്തെങ്കിലും കാര്യത്തിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടോ? ഇവർ പറഞ്ഞു, ഇല്ല, 21 വയസ്സ് പ്രായമാണ്, ഇതുവരെ ഒരു നിലക്കും ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഓപ്പറേഷനും നടന്നിട്ടില്ല. ഈ ഒരു ആക്സിഡന്റ് പറ്റുന്നതിന് മുമ്പ് കത്തി വെച്ചിട്ടേ ഇല്ല. അപ്പോൾ കുടുംബം അങ്ങോട്ട് ചോദിച്ചു, ഡോക്ടർ എന്തേ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഒന്നുമില്ല, ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. സ്വാഭാവികമായും ആ കുടുംബം അപ്പൊന്നും പറഞ്ഞില്ല. മരണപ്പെട്ട രോഗിയെ കൊണ്ടുപോയി മറവൊക്കെ ചെയ്തതിനു ശേഷം സ്വാഭാവികമായി ഈ ചർച്ചകൾ പുറത്തു വരുമല്ലോ. ഡോക്ടർ ഇങ്ങനെ ചോദിച്ചിരുന്നു. ആർക്കും ഒന്ന് കൊള്ളിയാൻ പിന്നെ ആ ഡോക്ടറോട് ഒന്നുകൂടി അന്വേഷിക്കണമെന്നായി, അതിൽ സംശയങ്ങളായി, അത് പോലീസ് കേസിലേക്ക് പോയി. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് ആ ആശുപത്രിയിലെ പ്രഗത്ഭനായിരുന്ന അന്നത്തെ ഡോക്ടറെ വെന്റിലേറ്ററിൽ കിടക്കുന്ന കുട്ടിയുടെ വൃക്കയും കരളും മോഷ്ടിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു.
ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയ്ക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്ന ഈ കുട്ടിയുടെ, മൃതപ്രായനായ ആ കുട്ടിയുടെ വൃക്കയും കരളും എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു? മുറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. ഇത് കേസായപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവർ സംഭാവന ചെയ്യുന്നു എന്ന് എനിക്ക് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. എവിടെ ഒപ്പിട്ടത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ആരെങ്കിലും ഒരു ഓപ്പറേഷന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ അത് മുഴുവൻ വായിച്ചു നോക്കാറുണ്ടോ? സാധാരണ ഇവിടെ ഒപ്പിട്ടോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ പേന എവിടെയാ വെച്ചിരുന്നു അവിടെ ഒപ്പിട്ടം കൊടുക്കും അല്ലേ? അത് ചിലപ്പോൾ 8 ഒപ്പും 10 ഒപ്പും ഒക്കെ ഇടേണ്ടി വരും, ചിലപ്പോൾ 1 or 2 ആയേക്കും. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? ഡോക്ടറാകാൻ വേണ്ടി പഠിച്ച ആ കുട്ടി എങ്ങനെയുള്ള ഡോക്ടർ ആകണമെന്ന് എന്ത് ചെയ്തില്ല? പഠിച്ചില്ല എന്നുള്ളതാണ്. ഒരു ഡോക്ടറുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു ഹൈറാർക്കി ഉണ്ട്. അവർ പ്രതിജ്ഞ ചൊല്ലിയിട്ട് ഡോക്ടറുടെ കുപ്പായം അണിയുന്ന സമയത്ത് അവരെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. അതൊക്കെ ശരിയാ. പക്ഷേ അങ്ങനെയുള്ള ഒരു ഡോക്ടറെ ആയിരിക്കരുത് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൗതിക വിദ്യാഭ്യാസം ഡോക്ടർ ആകാൻ പഠിപ്പിക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ ഞാൻ എങ്ങനെയുള്ള ഒരു ഡോക്ടർ ആകണമെന്ന് പഠിപ്പിക്കുന്നതാണ് മോറൽ എഡ്യൂക്കേഷൻ, മദ്രസ വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കാതെ വരും. എൻ്റെ മലപ്പുറത്ത് കൊണ്ടോട്ടിക്കടുത്തൊരു സ്ഥലത്ത് ഒരു കളക്ഷന് വേണ്ടിയിട്ടൊരു വീട്ടിലേക്ക് പോയതാണ്, ചെറിയൊരു കളക്ഷൻ എടുക്കാൻ വേണ്ടി. വലിയ കൊട്ടാര സമാനമായ ഭവനമാണ്, വീടാണ്. ആ കൊട്ടാര സമാനമായ വീട്ടിൽ ഗേറ്റിങ്ങിൽ ചെന്നിട്ട് ബസർ അമർത്തിയാൽ അകത്തു നിന്നുള്ള റിമോട്ട് കൊണ്ടാണ് നമ്മുടെ ഗേറ്റ് തുറന്നു തരിക. പുത്തഞ്ചേരിയിൽ എത്ര വീടുണ്ടാവും അങ്ങനത്തത് അല്ലേ? അത്രയേ ഉള്ളൂ. അപൂർവമാണ് നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലേ? ആ വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്ന് അകത്ത് കയറി ചെന്നതിന് ശേഷം ആ വീട്ടുകാരൻ വളരെ സന്തോഷമായിട്ട് നമ്മളെ സ്വീകരിച്ചിരുത്തി വെള്ളമൊക്കെ തന്ന്, അപ്പോൾ നമ്മളിങ്ങനെ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ നോക്കുന്ന കണ്ടപ്പോൾ നമ്മളെ കൊണ്ടുപോയി കാണിച്ചൊക്കെ തന്ന്, സ്വിമ്മിങ് പൂളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുള്ള നല്ല ഒരു വീട്. അത് വേണമെന്നൊന്നും ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, അതുണ്ടാക്കുന്നതിന് ഒരു പക്ഷേ വിരോധവും ഇല്ല. ഞാൻ അങ്ങോട്ടല്ല പോകുന്നത്. നല്ല ഒരു എമൗണ്ട് ഞങ്ങൾക്ക് സംഭാവനയും നൽകി ഒരു സാധാരണ കൊടുക്കുന്നത് പോലുള്ള ഒരു പ്രാർത്ഥന അവിടുന്ന് നിർവഹിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വീട്ടുകാരൻ, സമ്പന്നനായ ആ വീട്ടുകാരൻ ഞങ്ങളോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം കേട്ടോ, ദുആ ചെയ്യണം. ആ മുഖത്തെ ഭാവം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തേ, പ്രത്യേകിച്ച് എന്തെങ്കിലും? അപ്പോൾ പറയാണ്, അത് നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി ഞാൻ കാത്തു നിൽക്കണം. നിങ്ങളത് ചോദിക്കണമെന്ന് വെച്ച് കുറേ സമയമായി ഞാൻ കാത്തു നിൽക്കുന്നുണ്ട്. എന്തിനാ ദുആ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ രക്ഷിതാവ് പറഞ്ഞു, എനിക്ക് 2 മക്കളാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. നാം 2, നമുക്ക് 2. അതാണല്ലോ പുതിയ ചിന്ത അല്ലേ? ഏറ്റവും പുതിയ ചിന്ത അതിനും അപ്പുറത്താണ്. ഒരു കുടുംബം, ഒരു കുട്ടി എന്നൊക്കെ ഉള്ളിടത്തുണ്ട്. 10 or 15 മക്കളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഇത്തിരിയൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. 3-4 ഒക്കെ വീണ്ടും ആയി തുടങ്ങിയിട്ടുണ്ട്. ആരുടെയൊക്കെയോ പ്രചരണം നന്നായിട്ട് പോസിറ്റീവായിട്ട് ഏൽക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ? നെഗറ്റീവ് ആകുന്നതിന് പകരം പോസിറ്റീവായിട്ട് ഏൽക്കുന്നുണ്ട്. ഈ അടുത്ത് ഞാൻ പരിചയപ്പെട്ട ഒരു കുടുംബത്തിൽ ചെറിയൊരു കുട്ടി, ഒരു 10-12 വയസ്സായ കുട്ടി, മുത്തഅല്ലിമാണ്. എന്താ ഇവിടെ എന്ന് വെച്ചപ്പോൾ ഉമ്മ പ്രസവിച്ച് കിടക്കുക എന്ന് പറഞ്ഞു. എത്രാമത്തെ പ്രസവം എന്ന് വെച്ചാൽ 13ാമത്തെ എന്നാണ് എൻ്റെ ഓർമ്മ. 13 or 14 പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അത് ഓരോരുത്തർക്ക് അള്ളാഹ് കൊടുക്കുന്ന ഖൈറാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ അല്ലേ? നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. കൊടുക്കുന്നവർക്ക് അള്ളാഹു അങ്ങനെയാണ്, യുഅ്തിഹി മൻ യശാഉ ബിഗൈരി ഹിസാബ് എന്നാണല്ലോ. അങ്ങനെ അള്ളാഹു എല്ലാവർക്കും അത് നൽകുമാറാവട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ ഉപ്പ എന്നോട് പറയാ, എൻ്റെ 2 മക്കളും എൻജിനീയേഴ്സാണ്. അവർ 2 പേരും, ഒരാൾ മെക്കാനിക്കൽ എൻജിനീയറാണ്, മറ്റേയാൾ സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. സോഫ്റ്റ്വെയർ എൻജിനീയറായ മോള് വിദേശത്താണ്.
അവിടെ സെറ്റിൽഡാണ് ഭർത്താവിൻ്റെ കൂടെ. എൻ്റെ മോൻ ഇവിടെയാണ്, അതിൻ്റെ അടുത്ത് തന്നെ അതിന് പറ്റുന്ന വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് എന്നോടിത് പറയുന്ന സമയത്ത് ഏതാണ്ട് 2 ലക്ഷത്തിലധികം രൂപ ആ കമ്പനിയിൽ നിന്ന് മാത്രമായി അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. ആ 2 ലക്ഷം രൂപയിലധികം ഏൺ ചെയ്യുന്ന ഇത്രയും വലിയ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു മകൻ്റെ രക്ഷിതാവ് എന്നോട് പറയാണ്, ഉസ്താദേ, പറയാനൊരു കാരണമുണ്ട്. ഞങ്ങൾ ഇത്രയും കാലം 10-35ഓളം വർഷം ഗൾഫിലായിരുന്നു. മക്കളൊന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ, എൻ്റെ മോനൊക്കെ പിറന്നപ്പോൾ വൈഫിനൊരു നിർബന്ധം, നമുക്ക് നാട്ടിൽ സെറ്റിലാവാമെന്ന്. കാരണം പേരക്കുട്ടികളെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലോ, നമ്മുടെ മക്കളെ എങ്ങനെയൊന്നും താരാട്ട് പാടാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നമ്മൾ പലയിടങ്ങളിലും ആയിരിക്കും ആ സമയത്ത്. എന്നാൽ പേരക്കിടാങ്ങളാകുമ്പോൾ നമ്മളൊന്ന് ഫ്രീ ആകുമ്പോൾ ആ കുട്ടികളൊക്കെ എടുത്തും കളിപ്പിച്ചും രാവിലെ എഴുന്നേറ്റ് പോയി വരുമ്പോൾ ഒരു 4 മിഠായി എടുത്ത് പോക്കറ്റിൽ വെച്ച് വന്ന് അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സന്തോഷം, അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ വീട്ടിൽ താമസിക്കാം, നാട്ടിൽ താമസിക്കാം എന്ന് വെച്ചത്. പ്രിയമുള്ളവരെ, ആ ഉപ്പ പറയാണ്, ഞങ്ങൾ നാട്ടിൽ സെറ്റായിട്ട് 10 മാസത്തോളമേ ആയുള്ളൂ. കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് എൻ്റെ മകനും മരുമകളും അവരുടെ കമ്പനിയിൽ 16 കിലോമീറ്റർ മാത്രം അപ്പുറത്തുള്ള കമ്പനിയിൽ ക്വാർട്ടേഴ്സ് എടുത്ത് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതെന്തേ അങ്ങനെ താമസിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ആ ഉപ്പ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഞങ്ങൾ വന്ന് ഇവിടെ താമസിച്ചപ്പോൾ, ബാപ്പയും ഉമ്മയുമാകുന്ന ഞങ്ങൾ ഈ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ അനേകം മുറികൾ താഴെയും മുകളിലും അപ്സ്റ്റെയറിലൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ഫെസിലിറ്റീസുമുള്ള വീടാണ്. ആ വീട്ടിൽ മരുമോള് പറഞ്ഞത്രേ മകനോട്, ഉപ്പയും ഉമ്മയൊക്കെ ഇവിടെ ഉണ്ടായപ്പോൾ നമുക്ക് പ്രൈവസി കിട്ടുന്നില്ല. ആലോചിച്ചോക്കി, ഒരു പ്രൈവസി കിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ? വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ ഒക്കെ അവർ രണ്ടുപേരും ഒരു ഔട്ടിങ്ങിന് പോകുമ്പോൾ ഉമ്മ ചോദിക്കും, ഇങ്ങോട്ടാ മക്കളെ പോണ്, അല്ലേ? സ്വാഭാവികമാണല്ലോ. രാത്രി ഒരു 11 മണിക്കൊക്കെ കയറി വരും എന്ന് വിചാരിച്ച് അവർ 9 മണിയാകുമ്പോൾ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കും, മക്കൾ എവിടെയാണ് ഉള്ളത് എന്ന്. അതവരുടെ പ്രൈവസിക്ക് തടസ്സമായത്രേ. അതുകൊണ്ട് മാറി താമസിക്കാമെന്ന് തീരുമാനിക്കുകയും ഭാര്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഭാര്യയും ഭർത്താവും കൂടെ മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയാണ്. ഈ ഉപ്പ പറയാണ്, എൻ്റെ കാര്യം പ്രശ്നമല്ല, പക്ഷെ എൻ്റെ ഭാര്യൻ്റെ കണ്ണുനീര് തോർന്നിട്ടില്ല. അതിൻ്റെ ശേഷം എന്തിനായിരുന്നോ ഞങ്ങൾ നാട്ടിൽ താമസമാക്കിയത്, ആ ഒരു കാര്യത്തിൽ എൻ്റെ ഭാര്യയുടെ കണ്ണുനീര് തോർന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ആ മക്കളൊന്ന് തിരിച്ചു വന്ന് കുറച്ചു കാലമെങ്കിലും അവളുടെ കൂടെ നിന്നിട്ട് അവൾക്കൊന്ന് മരിക്കാൻ ഒരു സൗഭാഗ്യമുണ്ടാകണം. അത് നിങ്ങൾ ദുആ ചെയ്യണം. പണത്തിൻ്റെ കുറവില്ല, ഒന്നിനും കുറവില്ല. പക്ഷേ ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് അതിനുവേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. എൻജിനീയേഴ്സാണ്, അവളും എൻജിനീയറാണ്, പണത്തിനൊരു കുറവുമില്ല. പക്ഷേ സ്വന്തം കുടുംബത്തിൽ മാതാവും പിതാവും മാത്രമുള്ളിടത്ത് പോലും പ്രൈവസി കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് മാറി താമസിക്കുന്നിടത്ത് മാതാപിതാക്കളാണെന്ന് മനസ്സിലാക്കുവാനും ഇവരെൻ്റെ രക്ഷിതാക്കളാണെന്നും ഒരു കാലത്ത് എൻ്റെ അവരുടെ വിരലിൽ തൂങ്ങിയാണ് ഞാൻ നടന്നതെന്നും എൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ച് തന്നത് എൻ്റെ ഉമ്മയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നിടത്ത് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ പരാജയപ്പെട്ടു പോകുന്നിടത്താണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പ്രാർത്ഥിച്ചോളൂ എന്നാ പറഞ്ഞത്. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണമേ അല്ലാഹുവേ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് തരണം? ഖുർറത അഅ്യുനിൻ, ഞങ്ങളുടെ കണ്ണിന് ആനന്ദമുണ്ടാകുന്ന കാഴ്ചകൾ, കണ്ണിൽ നിന്ന് ചോര വരുന്ന കാഴ്ചകളല്ല, കണ്ണിന് ആനന്ദമുണ്ടാകുന്ന നയനാനന്ദകരമായ കാഴ്ചകൾ. മക്കളും പേരക്കിടാങ്ങളുമായിട്ട് ഒരു 50 വയസ്സ് 60 വയസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ പേരക്കിടാങ്ങളും മക്കളുമൊക്കെ വന്ന് സന്തോഷിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരവസ്ഥ എനിക്കുണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പരിശുദ്ധമായ ഖുർആൻ. അതെങ്ങനെ ഉണ്ടാകും എന്നുള്ളതാ പ്രശ്നം.
അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിനാണ് പാരൻ്റൽ ട്രെയിനിങ് ആവശ്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. അതിൻ്റെ എല്ലാ വശങ്ങളും നാനാവശങ്ങളും പറഞ്ഞു തീർക്കാനാവില്ല ഇന്നൊരു ക്ലാസ് കൊണ്ട്. പക്ഷെ ഞാനതിൻ്റെ ചില സൂചകങ്ങൾ മാത്രം ഒരു പഠനത്തിനെന്ന നിലക്ക് നിങ്ങൾക്ക് നൽകി ഇന്ന് അവസാനിപ്പിക്കും. പ്രിയമുള്ളവരെ, ഉപ്പയാകാൻ എളുപ്പമാണ്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്താ? വല്ലതും ആയോടാന്നാണ്, അല്ലേ? ഒരു മോള് കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ അവൾ തിരിച്ച് ഒന്നാമത്തെ വരവ് വരുമ്പോൾ തന്നെ ഒരു ക്ഷീണം കണ്ട ഉപ്പ ഉമ്മാൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കും, അല്ല കുട്ടിക്ക് എന്താ ഒരു ക്ഷീണമൊക്കെ വല്ലതുണ്ടോ? ചോദ്യമാണ്. അതൊരു സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ പ്രാർത്ഥനകൾ നടക്കുന്ന സ്ഥലവും ഏറ്റവും വലിയ സന്തോഷങ്ങൾ സംഭാവന ചെയ്യുന്ന സ്ഥലവും അതെവിടെയാണെന്നറിയോ? ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പ്രസവ വാർഡിൻ്റെ മുമ്പിലാണ്. നമുക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല. ദ്വാരക്കണേ എന്ന് പറയാൻ ഒരുപാട് ആളുണ്ടാവും. സ്വലാത്തിൻ്റെ മജ്ലിസ് തന്നെ നടക്കുന്നുണ്ടാവും അവിടെ. കാരണം ഉമ്മ സ്വലാത്തിലുണ്ടാകും, വല്യമ്മ സ്വലാത്തിലുണ്ടാകും, അമ്മായിമ്മ സ്വലാത്തിലുണ്ടാകും, ബാപ്പ ഇപ്പോഴത്തെ ഇങ്ങേ തലക്കിരുന്ന സ്വലാത്തിലുണ്ടാകും. അന്ന് വരെ സ്വലാത്ത് എന്താണെന്ന് അറിയാത്ത പുതിയാപ്പിളി ഉണ്ടാകും. പഠിച്ചോൻ എന്നാ സ്വലാത്തെങ്കിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നടക്കുക. കാരണം എന്താ? മുപ്പത്തിക്കൊരു പിടുത്തണ്ട് പുതിയാപ്പിളിൻ്റെ കയ്യമ്മൽ. അനുഭവിച്ചവർക്കറിയാം. ആ പ്രസവ വേദന ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുമ്പോഴേ ഭർത്താവിൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ വിധിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നടക്കാൻ പാടില്ലെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് ഒരു മുറുക്കിപ്പിടുത്തമുണ്ട്. വേദനയുടെ കാഠിന്യം അപ്പോഴാ പുരുഷന്മാരറിയാം. എൻ്റെ ഭാര്യയുടെ പിടുത്തം കണ്ടപ്പോഴാ എൻ്റെ ഉമ്മ വേദനിച്ച വേദന എനിക്ക് മനസ്സിലായത്. കാരണം എൻ്റെ കയ്യിൽ ആ വേദന എത്രമാത്രം അനുഭവപ്പെട്ടു എന്നുള്ളത് അപ്പം എനിക്ക് മനസ്സിലായി. എന്നെ പ്രസവിക്കാൻ എൻ്റെ ഉമ്മ എത്ര വേദനിച്ചിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കി. അവിടെ വെച്ച് കാണുന്നവരൊക്കെ എന്ത് പറയും? ദ്വാരക്കിട്ടോന്ന്, പ്രാർത്ഥന. ഏറ്റവും കൂടുതൽ സ്വലാത്തും ദിക്റും നടക്കുന്ന സ്ഥലം അവിടെയാണ്, പ്രസവ വാർഡിൻ്റെ മുമ്പിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സന്തോഷം മിഠായി കൊണ്ട് 5 കളിയായിരിക്കും, ലഡു കൊണ്ട് 5 കളിയായിരിക്കും. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും വൈകുന്നേരം തൊട്ട് രാവിലെ വരെയും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രസവങ്ങളുടെ എണ്ണം എടുത്താൽ എത്ര സന്തോഷമുണ്ടാകുന്നുണ്ട്. ഉമ്മയാകാൻ എളുപ്പമാണ് ഒരു പക്ഷേ ഒരു ഉമ്മയിൽ നിന്നൊരു രക്ഷിതാവിലേക്ക്, ഒരു ഉപ്പയിൽ നിന്നൊരു രക്ഷിതാവിലേക്ക് മാറുമ്പോൾ അതത്രമേൽ എളുപ്പമുള്ള ഒരു കാര്യം അല്ല. അവിടെയാണ് രക്ഷിതാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടത്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷയുടെ ദാതാവ് എന്നാണ്. കാലാകാലങ്ങളിൽ ഈ കുഞ്ഞിന് രക്ഷ കൊടുക്കേണ്ടവനാണ് നാം. ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്തേണ്ടവനാണ് നാം. എന്തിൽ നിന്നാണ് നമ്മൾ അവരെ രക്ഷപ്പെടുത്തേണ്ടത്? എല്ലാ തരത്തിലുമുള്ള പരാജയങ്ങളിൽ നിന്ന്. എൻ്റെ കുഞ്ഞിനെ, എനിക്ക് 4 മക്കളുണ്ട്. സഹോദരിയുടെ ഒരു മകനെ അടക്കം വളർത്തി 5 മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു ഹൈറ് തരട്ടെ. ഈ 5 മക്കളെയും എപ്പോഴാണോ എനിക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ പരാജയങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്നത്, അവരെ സുരക്ഷിതരാക്കാൻ കഴിയുന്നത്, അപ്പോഴാണ് ഞാൻ എന്താവുന്നത്? ഒരു വിജയിച്ച പാരൻ്റായി മാറുന്നത്, ഒരു വിജയിച്ച രക്ഷിതാവാകുന്നത്. അതിന് നമ്മൾ നന്നായി അധ്വാനിക്കണം. പഴയതുപോലെയല്ല. പഴയ കാലത്ത് അത്രമേൽ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ തന്നെയും വളരുന്ന ഒരു കാലത്ത് എൻ്റെ ഉപ്പ ഏറെയൊന്നും എന്നെ ശാസിക്കേണ്ടി വന്നിട്ടില്ല. ഏറെയൊന്നും അവർ നമ്മളെ പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വന്നിട്ടില്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മളോടൊന്ന് അങ്ങനെയല്ല ഇങ്ങനെയെന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ടാകും. ഏതുപോലെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ അതിന് കാർഷിക സർവകലാശാലയിൽ നിന്ന് പഠിച്ച ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രെയിനിങ് എടുക്കലുണ്ടോ? ഒരു കൃഷിയെ ഇവിടെയൊക്കെ നെല്ല് കൃഷി ചെയ്യുന്നില്ലേ? പഴയ കാലത്ത് നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരാരെങ്കിലും മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാ? അല്ലല്ലോ. അവരങ്ങനെ വന്നവരാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മൾ വില്ലേജിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ എന്തുണ്ട്? കൃഷി ഓഫീസുണ്ട്, ആ കൃഷി ഓഫീസിൽ നിന്ന് വിത്ത് തരും, വളം തരും, അതിൻ്റെ പുറമെ എങ്ങനെ കൃഷി ചെയ്യണമെന്ന ട്രെയിനിങ്ങും തരും. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഉണ്ടാകൂ എന്നുള്ളതാണ്. അവർ തരുന്ന വിത്തല്ലാതെ പഴയ കാലത്തേതുപോലെ ഒരു കുമ്പളം, ഇവിടെ അങ്ങനെ പറയില്ലേ കുമ്പളം കുമ്പളം, ആ കുമ്പളം പഴയ കാലത്ത് നമ്മൾ ആരെങ്കിലും നട്ടുപിടിപ്പിക്കാറുണ്ടോ? ഇല്ല. കഴിച്ചുകൊണ്ട് കഴിഞ്ഞ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്ന കുമ്പളത്തിൻ്റെ ആ നന്നാക്കുമ്പോഴുള്ള സാധനം നമ്മൾ കൊണ്ടുപോയിട്ട് എവിടെ ഇടും? തെങ്ങുംകുഴിയിലിടും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ആ തെങ്ങുംകുഴിയിൽ നിന്ന് എന്ത് ചെയ്യും? ഇഷ്ടം പോലെ വളഞ്ഞു. നമ്മൾ ആകെ ചെയ്യേണ്ടിയിരുന്ന എന്താ? പാടെ അങ്ങ് വഴി തെറ്റി അപ്പുറത്തെ പറമ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ വേലിപ്പുറത്തുനിന്ന് അതിനെ മെല്ലെ ഒന്ന് തിരിച്ച് ഇങ്ങോട്ട് വെക്കും. മോനെ, അപ്പുറത്തേക്ക് പോകാൻ നമുക്ക് അധികാരമില്ല, അത് നമ്മുടെ പറമ്പല്ല, അതുകൊണ്ട് ഇതിൽ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിങ്ങനെ കയറ്റിയിട്ട് നമ്മളെ പുറത്തേക്ക് അങ്ങ് വിട്ടാൽ
ഒരു 50 കുമ്പളം നരച്ച് കുമ്പളങ്ങിയായി അവിടെ കിടന്നോളും അല്ലേ? നമുക്ക് ആവശ്യത്തിന് ഓണത്തിനോ വിഷുവിനോ പെരുന്നാളിനോ ഇനി നേർച്ചക്കോ എവിടെ വേണമെങ്കിലും അതിന് എന്ത് ചെയ്യും? പാത്തു എൻ്റെ അടുത്ത് കുമ്പളങ്ങ ഉണ്ടല്ലേ, ഒന്നിന് കാട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മുറിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും മുളച്ചു വരുന്ന കുമ്പളം തൈ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇന്ന് കുമ്പളം വേണമെങ്കിൽ എന്ത് വേണം? അതിനായി ഉണ്ടാക്കിയ വിത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് അവർ പറയുന്ന അകലത്തിൽ തളമിട്ട് അവർ പറയുന്നത് പോലെ അതിന് വെള്ളവും വളവും ഒഴിച്ച് അതിനെ പരിപാലിച്ച് കൊണ്ടുവന്നാൽ ഒരു 5 or 8 കുമ്പളം കിട്ടിയാലായി അല്ലേ? എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കിട്ടൂല കേട്ടോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാലത്തിൻ്റെ മാറ്റം കുഞ്ഞുങ്ങളെ വളർത്തുന്നിടത്തും നമുക്കത് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്. പഴയ കാലത്തൊക്കെ ഇപ്പം അങ്ങനെ ഉണ്ടായിട്ടാ പലരും രക്ഷകർത്താക്കൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അതൊക്കെ ഇപ്പോൾ പണ്ടത്തെ പോലെയാണോ? അല്ല. പഴയ കാലത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പം മക്കൾ പുതിയ സോഫ്റ്റ്വെയറിലാണ് എന്ത് ചെയ്യുന്നത്? അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയറാണ് അവർ ഉപയോഗിക്കുന്നത്. അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ അടുക്കൽ എന്ത് വേണം? അതിനനുസരിച്ചുള്ള അറിവ് ഉണ്ടായേ മതിയാകൂ. അപ്പം നമ്മൾ പാരൻറ്റിങ് പഠിക്കണം. ആ പാരൻറ്റിങ് പഠിച്ച് നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. അപ്പോഴേ നമ്മുടെ മക്കൾ നന്നാകും. ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മളൊരു ഉസ്താദ് ഭക്ഷണത്തിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ ഉമ്മയും ഉമ്മാമയും ബാപ്പയൊക്കെ കൂടി പറയും, മോൻ തീരെ പഠിക്കുന്നില്ല, ഒന്ന് പറഞ്ഞത് തീരെ കേൾക്കുന്നില്ല, അവനാണെങ്കിൽ പള്ളിയിൽ പോയാൽ പറഞ്ഞാൽ എത്രയായാലും കേൾക്കുന്നില്ല, അതുകൊണ്ട് ഉസ്താദെ നിങ്ങൾ അവനോടൊന്ന് പറയണേ. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ അവനോടൊന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ദ്വാ ചെയ്യണം കേട്ടോ എന്നാ. ഒരു ഫലം ഉണ്ടാവില്ല. ദ്വായന് ഫലമില്ല എന്നല്ല, പക്ഷെ ആ ഒരു ചിന്ത 20 വയസ്സായ മകനെ കുറിച്ച് ഉണ്ടായത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം എന്താണെന്നറിയോ? സൈക്കോളജി പറയുന്നത്, ഇസ്ലാം പറയുന്നത്, ഒരു കുഞ്ഞു തൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ പെരുമാറി മുന്നോട്ട് പോകണമെന്നുള്ള തീരുമാനങ്ങൾ 5.5 വയസ്സിൻ്റെ മുമ്പ് എടുക്കുമെന്നാണ്. 5.5 വയസ്സിൻ്റെ മുമ്പ് എന്ത് ചെയ്യും? ഏർലി ചൈൽഡ്ഹുഡ്. ആ ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ എന്ത് ചെയ്യും? ഒരു കുഞ്ഞ് എങ്ങനെ ആകണമെന്ന അവൻ്റെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് സൈക്കോളജി അതിന് പറയുന്നത്. സ്ക്രിപ്റ്റ് എന്നാണ്. ഒരു സ്ക്രിപ്റ്റ്. ഒരു മനുഷ്യൻ്റെ ഞാൻ എൻ്റെ 60ാമത്തെ വയസ്സിൽ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളത് എൻ്റെ സ്ക്രിപ്റ്റ് 5.5 വയസ്സ് 6 വയസ്സ് കാലത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടാണ് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നത്? നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊരു കാര്യം അറിയുക, പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികൾ 18, 20, 25 ആയിട്ട് പിന്നെ നന്നാക്കാനാണ് നോക്കുക. കാര്യം ഉണ്ടാവില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല ദിശാബോധം കിട്ടി, നന്മകൾ എങ്ങനെയാണ് എന്ന് കണ്ടും കേട്ടും അറിഞ്ഞും അവരെന്ത് ചെയ്യണം? അതിലേക്ക് കടന്നു വരണം. 3 രൂപത്തിലാണെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പാരന്റിങ് സൈക്കോളജി പറയുന്നത്, TA സൈക്കോളജി പറയുന്നത്, മനുഷ്യന്മാരിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് അവരുടെ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നത് പാരന്റിലൂടെയാണ് എന്നാണ്. അതിന് നിങ്ങൾ സാധാരണ പാരന്റൽ ഈഗോ സ്റ്റേറ്റ് എന്നാണ് പറയുക. പാരന്റ് ഈഗോ സ്റ്റേറ്റ്. അഥവാ ഒരു 6.5 വയസ്സ് പ്രായമാകുന്നത് വരെ തൻ്റെ മാതാപിതാക്കളിൽ നിന്നോ അവർക്ക് സമന്മാരായ ആളുകളിൽ നിന്നോ എന്തൊക്കെയാണോ ഒരു കുട്ടി കണ്ടും കേട്ടും അനുഭവിച്ചും അറിയുന്നത്, അതായിരിക്കും ആ കുട്ടിയുടെ ജീവിതത്തിൻ്റെ 67% തീരുമാനിക്കുന്നത് എന്നാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഒരു 6.5 വയസ്സ് വരെയുള്ള കാലത്ത് തൻ്റെ പാരൻസിൽ നിന്ന്, തൻ്റെ രക്ഷിതാക്കളിൽ നിന്ന്, അല്ലെങ്കിൽ അതിന് സമാനരായ ആളുകളിൽ നിന്ന് കുട്ടിക്ക് കാണാനും കേൾക്കുവാനും അനുഭവിക്കാനും കഴിഞ്ഞതാണ് ഒരു കുട്ടിയുടെ സ്വഭാവവും പെരുമാറ്റവുമായി രൂപപ്പെടുന്നത് എങ്കിൽ, അങ്ങനെയാണ് ആധുനിക മനഃശാസ്ത്രം പറയുന്നത്. ഇതിന് ഇസ്ലാമിലും തെളിവുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വളരെ ചെറിയ പ്രായത്തിൽ, മുലകുടിക്കുന്ന പ്രായത്തിൽ എവിടെയായിരുന്നു അവിടുന്ന് ജീവിച്ചത്? ആരുടെ അടുത്താണ് ജീവിച്ചത്? സ്വന്തം ഉമ്മയുടെ അടുത്താണോ? ആമിന ബീവി ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇല്ലേ? ആമിന ബീവിയുടെ മുലകളിൽ പാലില്ലാത്തത് കൊണ്ടല്ലല്ലോ, അമ്മിഞ്ഞപ്പാൽ ഇല്ലാത്തത് കൊണ്ടല്ല, ആണോ? കടിഞ്ഞൂൽ പ്രസവമാണ്. ആ പ്രസവത്തിൽ അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ ധാരാളം ഉണ്ടായിരുന്നു മുത്തുനബിക്ക്. അനാഥ
ആയ ആ കുഞ്ഞിനെ ഏതായാലും ബാപ്പയില്ല, ഉമ്മയായ ഞാൻ തന്നെ മാറോടണച്ച് വളർത്തി വലുതാക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഹലീമ ബീവിയുടെ അടുക്കലേക്ക്, ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വിട്ടുകൊടുക്കാൻ എന്തായിരുന്നു കാരണം? 2 കാരണമാണ് ചരിത്രം പറയുന്നത്. ഒന്ന്, ആ കാലത്ത് പകർച്ചവ്യാധി ഉള്ള കാലമായിരുന്നു മക്കയിൽ. മക്കത്ത് പകർച്ചവ്യാധി ഉണ്ട്, അതിനൊരു പരിധിയില്ലേ അല്ലേ? നമ്മുടെ അവിടെ ചിക്കൻ ബോക്സ് വരുന്നത് പോലെ, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം വരുന്നത് പോലെ, അതുപോലുള്ള എന്തെങ്കിലും അസുഖം പകർച്ചവ്യാധി വന്നാൽ അതൊരു 2-3 മാസം കൊണ്ട് നമ്മൾ ഓവർകം ചെയ്തു പോകും അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലല്ലോ നീണ്ട 4.5 വർഷക്കാലം ഹലീമത്തു സഅദിയുടെ കൂടെ നിന്നത്. എന്തുകൊണ്ടാ? അവിടെയാണ് 2ാമത്തെ കാരണം ഫലപ്രദമാകുന്നത്. എന്താ? മക്ക എന്ന് പറഞ്ഞാൽ സകലമാന ടൂറിസ്റ്റുകളും വന്നുകൊണ്ട് അവരുടെ എല്ലാ ആഭാസത്തരങ്ങളും മക്കയുടെ മുമ്പിൽ വെച്ച്, കഅബയുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന ഒരു കാലമായിരുന്നു അത്. അവരെന്ത് വേണ്ടാത്തരുണ്ടെങ്കിലും എവിടെ നിന്ന് ചെയ്യും? ഉത്സവപ്പറമ്പായിരുന്നു അന്ന് കഅബ അല്ലേ? അവിടെ വെച്ചുകൊണ്ടല്ലേ? ഒരു ഉത്സവപ്പറമ്പിൽ എല്ലാം നല്ലതായിരിക്കുമോ? ആ ക്ഷേത്രത്തിൽ നടക്കുന്ന സാധാരണ ചടങ്ങുകൾ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ പറയുക അല്ലേ, ചീട്ടുകളി, മുച്ചീട്ടുകളി ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ 4 വെച്ചാൽ 8 കിട്ടും, 10 വെച്ചാൽ 16 കിട്ടും. എല്ലാ പരിപാടി കിലുക്കി കുത്തും എവിടെ ഉണ്ടാവും? ഈ ഉത്സവപ്പറമ്പിലുണ്ടാവും അല്ലേ? എന്നതുപോലെ മക്കയുടെ പരിസരത്തന്ന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വളർന്നാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാരന്റൽ ഈഗോ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക, അവിടുത്തെ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക ഏതിൽ നിന്നായിരിക്കും? ഈ കാഴ്ചകളിൽ നിന്ന് ആയിരിക്കും. ഒരു ലോകത്തെ തന്നെ പരിവർത്തനപ്പെടുത്തേണ്ട ഒരു മഹാനുഭാവന്റെ സ്ക്രിപ്റ്റ് അങ്ങനെ തയ്യാറാക്കി കൂടാ എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? ഗ്രാമപ്രദേശത്തെ നല്ല സുന്ദരമായ സംസ്കാരങ്ങളും ശീലങ്ങളുമുള്ള ത്വായിഫിന്റെ മണ്ണിലേക്ക് അള്ളാന്റെ റസൂലിനെ പറഞ്ഞയക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ഇത് സൈക്കോളജിയിൽ പറയുമ്പോൾ നമ്മളിങ്ങനെ പുതിയ പാത്രത്തിലിട്ട് പറയുന്നേ ഉള്ളൂ. ഞങ്ങൾ ഈ ടി എ പഠിക്കുന്ന സമയത്ത് 2ഉം തട്ടിച്ചു നോക്കുമായിരുന്നു. ഇസ്ലാമിക് സൈക്കോളജിയും മോഡേൺ സൈക്കോളജിയും വളരെ കറക്റ്റാണ്. അപ്പോൾ ഒരു പാരൻ്റൽ ക്രിയേഷൻ നടക്കുമ്പോൾ, പാരൻ്റൽ ഈഗോ സ്റ്റേറ്റിൻ്റെ ക്രിയേഷൻ ഈ ചെറിയ പ്രായത്തിൽ നടക്കുമ്പോൾ അവിടെ നന്മകളുടേതായ ഒരു പ്രതലം ഉണ്ടാക്കിയെടുക്കുവാൻ രക്ഷിതാക്കളായ നമുക്ക് കഴിയുക എന്നതാണ് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇടപെടലുകൾ ഉണ്ടാകേണ്ടത്. ഒരു കുഞ്ഞിനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കള്, എൻ്റെ മകന്, നമ്മുടെ മക്കള് നല്ല മക്കളാകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ആ കുട്ടിയുടെ എവിടെ ഇടപെടണം? 18 വയസ്സായിട്ട് പിന്നെ ഇടപെട്ടാൽ മതിയോ? 25 വയസ്സായിട്ട് എന്നാൽ ഇനി ഒരു പെണ്ണിട്ടിച്ചു കൊടുക്കുക, അപ്പം നന്നായിക്കോളെന്ന് വെച്ചാൽ മതിയോ? അങ്ങനെയുണ്ടല്ലോ ചിലരൊക്കെ. 27 വയസ്സായി, എന്നാൽ ഇഞ്ഞോനൊന്ന് നന്നാക്കുക, എന്താ ഒരു പെണ്ണിട്ടിച്ചു കൊടുക്കുക, അപ്പം കിട്ടൂല കേട്ടോ. 10 വർഷം മുമ്പാണെങ്കിൽ പറഞ്ഞത് നടന്നിരുന്നു അല്ലേ? ഇപ്പോൾ നന്നാക്കാൻ വേണ്ടിയിട്ട് പരീക്ഷിക്കാനൊന്നും ഒരു പെൺകുട്ടിയെയും കിട്ടൂല. മറിച്ച് തിരിച്ചാണ്. ഇപ്പോൾ പെൺകുട്ടി നന്നാകാനൊന്ന് കെട്ടിച്ചു നോക്കുക എന്ന് പറയേണ്ടടുത്ത കാര്യങ്ങളുള്ളത് അല്ലേ? ഒരു ചെക്കൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കൊടുത്താൽ വിളങ്ങാനും നന്നായാലോ എന്നുള്ളിടത്ത് എത്തിപ്പോയിട്ടുണ്ട് കാര്യങ്ങൾ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹാത്തുകളും സ്വാലിഹീങ്ങളുമാക്കി തരുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ഇടപെടുന്നുവെങ്കിൽ അത് എവിടെ ഇടപെടണം? ഈ കുട്ടിയുടെ വളരെ ചെറിയ പ്രായത്തിൽ ഇടപെടേണ്ടതുണ്ട്. ആ വളരെ ചെറിയ പ്രായത്തിൽ ഇടപെടേണ്ടതുണ്ട്. അതിനെന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ കുട്ടികളുടെ ജീവിതം പരുവപ്പെട്ടു വരുന്ന ആ പ്രായത്തിൽ അവർക്ക് നല്ല മാതൃകകൾ കൊടുക്കുക എന്നതാണ് രക്ഷിതാക്കളായ നമുക്ക് ചെയ്യാൻ കഴിയുക. അവിടെ 3 കാര്യങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മളെയാണ് അവർ നോക്കിക്കാണുന്നത്. അൽ ഇൽമു മിനൽ മഹ്ദ് ഇലൽ ലഹ്ദ് എന്നൊരു പറച്ചിലുണ്ട്. ഒരു കുഞ്ഞിൻ്റെ അറിവ് പകർത്തപ്പെടുന്നത് അമ്മയുടെ മടിത്തട്ട് മുതൽ മയ്യത്ത് കെട്ടിൽ വരെയാണ്. അപ്പോൾ ഒരു കുഞ്ഞ് നന്മ പഠിക്കണമെങ്കിൽ, നന്മ അവൻ്റെ ശീലമായി മാറണമെങ്കിൽ എവിടെ നടക്കണമത്? ഉമ്മയുടെ മടിത്തട്ട് മുതൽ നടക്കണം. എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് നടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മാറിടത്തിലെ നിപ്പിളെടുത്ത് കുട്ടിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്ന ഒരു ഉമ്മയാണെങ്കിൽ ആ കുട്ടി അറിയാതെ ബിസ്മിയുടെ വക്താവായിട്ട് വരും അല്ലേ? ആ കുട്ടിക്ക് വൃത്തി ഉണ്ടാകണമെങ്കിൽ ഈ ഉമ്മ എന്തു ചെയ്യണം? ആ കുഞ്ഞിന് അമ്മിഞ്ഞ വായിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ അമ്മിഞ്ഞയുടെ നിപ്പിളൊന്ന് കഴുകിയിട്ട് കൊടുക്കണം.
എരിയോളയൊന്ന് കഴുകിയിട്ട് കൊടുക്കുന്ന ഉമ്മയാണെങ്കിൽ ആ ഉമ്മ ആ കുഞ്ഞിനെ പഠിപ്പിക്കുന്നത് വൃത്തിയുള്ള കുഞ്ഞാകണമെന്നാണ്. എത്ര ഉമ്മമാർ ശ്രദ്ധിക്കാറുണ്ടാവും നമ്മുടെ നാട്ടിൽ? നിങ്ങളൊന്ന് പറഞ്ഞേ അല്ലേ? കുട്ടി കരഞ്ഞാൽ എടുത്തങ്ങ് കൊടുക്കലാണ്. ഇവിടെയാണ് വിശുദ്ധമായ ഇസ്ലാം പറയുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾക്ക്, തൻ്റെ സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു സമ്മാനം കൊടുക്കാൻ ഒരു ഉപ്പ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു നല്ല ഉമ്മയെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു നല്ല ഉമ്മയെ കൊടുക്കട്ടെ. എന്നാൽ എന്താകാൻ പറ്റും? ആ കുട്ടി നല്ല കുട്ടിയായിട്ട് വളരും. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞിനെ നന്നായി വളർത്തിയെടുക്കുക എന്നത്. അതിന് നല്ല മാതൃകകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. നല്ല മാതൃകകൾ ഉണ്ടാക്കാൻ കഴിയണം. മദ്രസയിൽ വെച്ചുകൊണ്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണത് ജീവിതത്തിലേക്ക് വരാത്തത്? നിങ്ങൾ മദ്രസയൊന്നും എടുത്ത് പരിശോധിച്ച്, നേരത്തെ പറഞ്ഞല്ലോ 10ാം ക്ലാസ്സിൽ മക്കളേ ഇല്ല പലപ്പോഴും അല്ലേ? 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പോവാണ്. എഡ്യൂക്കേഷൻ എന്നതിൻ്റെ മലയാളം വിദ്യാഭ്യാസം എന്നാണ്. ഇന്ന് നമ്മുടെ മദ്രസകളിൽ വിദ്യ പകർന്നു നൽകുന്നുണ്ട്, അഭ്യാസങ്ങൾ തീരെ നടക്കുന്നില്ല. ഉണ്ടോ? അഭ്യാസങ്ങൾ നടക്കുന്നുണ്ടോ? അഭ്യാസങ്ങൾ നടക്കണമെങ്കിൽ അത് വീട്ടിൽ നിന്നാണ് നടക്കേണ്ടത്. നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കുട്ടിക്ക്, പക്ഷേ ആ പഠിപ്പിച്ചത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യണം? ഞാൻ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി, എത്ര കുട്ടികൾ ബേക്കിലുണ്ട്, എത്ര കുട്ടികൾ നമ്മുടെ ജുമാഅത്തുള്ളിൽ അല്ലേ? 155 കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. 155 കുട്ടികൾ. ആ 155 കുട്ടികളിൽ ഏതായാലും ഒരു 19 പേരുണ്ടാവൂലേ ബോയ്സ് അല്ലേ? എത്ര പേരുണ്ടായിരുന്നു ഇന്ന് മഗ്‌രിബിന് നമ്മുടെ പള്ളിയിൽ എന്നൊന്ന് നോക്കിയാൽ മതി. എല്ലാ ദിവസവും നിങ്ങൾ നോക്കിക്കോളൂ, ഞാൻ നോക്കുന്നില്ല. ചേഞ്ച് ഉണ്ടോ? ഇത്രയും നല്ലൊരു മദ്രസയിൽ ഈ കുട്ടികൾ പഠിക്കുമ്പോൾ, ഇത്രയും അധ്യാപകരോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ കുട്ടികൾക്ക് നിസ്കാരം പഠിപ്പിക്കുന്നത് 3 തവണയാണ്. 2ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങി 5-ലെത്തുമ്പോഴേക്ക് ഒന്ന് പഠിപ്പിച്ചു, 5 മുതൽ 7-ലെത്തുമ്പോഴേക്ക് വീണ്ടും ആവർത്തിച്ചു, 7 മുതൽ അങ്ങോട്ട് 10 വരെ എത്തുമ്പോഴേക്ക് പിന്നെയും ഒന്ന് ആവർത്തിച്ചു. ഇങ്ങനെ പല തവണയായിട്ട് ഇതിനെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു 15 വയസ്സോ 12 വയസ്സോ 13 വയസ്സായ ഒരു കുട്ടി അവൻ്റെ നിസ്കാരത്തിൽ എത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്? എന്തുകൊണ്ടുണ്ടാകുന്നില്ല? അവിടെയാണ് ഞാൻ പറഞ്ഞത്, എന്തു നടക്കുന്നില്ല? പ്രാക്ടീസ് നടക്കുന്നില്ല. പ്രാക്ടീസ് നടക്കണമെങ്കിൽ അത് വീട്ടിൽ നിന്ന് ഉണ്ടാകണം. വീട്ടിൽ നിന്നുണ്ടാകണം. ഞാൻ നിങ്ങളോട് പറയാം, കണ്ണൂർ ജില്ലയിൽ ഒരിക്കലും ഒരു ക്ലാസ്സിന് പോവാണ്. വളരെ സുബഹിക്കാണ് ക്ലാസ് ഉണ്ടാവുക അവിടെ, എല്ലാ മാസവും ഉണ്ട്. ആ സുബഹിൻ്റെ ശേഷമുള്ള ക്ലാസ് തലേ ദിവസം രാത്രി അവിടെ ചെന്ന് തമ്പടിക്കും. പിറ്റേ ദിവസം രാവിലെയാണ് ക്ലാസ്. അവിടേക്ക് പിന്നെ അങ്ങനെയാണ്, രാത്രി ചെന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ആചാര വീട്ടിലല്ലേ AC റൂമൊക്കെ ഇട്ടിട്ട് തരും. പള്ളിയിലൊന്നും കിടത്തിയിറക്കൂല. ഉസ്താക്കന്മാർക്കൊക്കെ ഭയങ്കര ഒരു റേറ്റിംഗ് കൂടുതലുള്ള ഒരു ഏരിയയാണത്. ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിവിടെ രാത്രി നിന്ന് നോക്കിയിട്ടില്ല. അവിടെ അങ്ങനെയാണ്. നമ്മൾ ചെന്നാൽ തലേ ദിവസം രാത്രി ചെല്ലും, ഇന്നടത്താന്ന് പറയും. അവർ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ കൂട്ടി കൊണ്ടുപോയി AC ഒക്കെ ഉള്ള റൂമിലൊക്കെ കിടത്തിയിട്ട് രാവിലെ 4 മണിക്ക് അലാറടിച്ച് നമ്മൾ എഴുന്നേറ്റങ്ങ് പോകും. രാവിലെ ചെന്ന് നോക്കുമ്പോൾ കാറിൽ വന്നിട്ട് ഇറങ്ങുന്നു ഒരു ബാപ്പയും ഒരു മകനും. ഒരു ഉപ്പയും മോനും കാറിൽ വന്നിട്ട് ഇറങ്ങുന്നത് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കുഞ്ഞിൻ്റെ, ആ മകൻ്റെ 10-40 വയസ്സ് പ്രായമുള്ള ആ മകൻ്റെ കൈത്തണ്ടയിൽ ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ടാണ് ആ ഉപ്പ പള്ളിയുടെ അകത്തേക്ക് പോകുന്നത്. ആ കുഞ്ഞിനെ അങ്ങനെ കൊണ്ടുപോയി അകത്തെത്തിച്ചു. ബാപ്പ അവിടെ ഇരുന്നു ഒരു കസേരയിൽ. നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിച്ചു, അല്ലുപ്പ മോൻ്റെ കയ്യിൽ തൂങ്ങിയിട്ടാണ് വരാറല്ലേ എന്ന് ചോദിച്ചു. അന്നേരം ആ ഉപ്പ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അവൻ ചെറുപ്പം മുതലേ ഉള്ള ശീലമാണ്, അവനത് എൻ്റെ കയ്യിൽ തൂങ്ങിയിട്ടാ ഓൻ വരാറ്. എന്താ പറഞ്ഞത്? ബാപ്പ മകൻ്റെ കയ്യും പിടിച്ചിട്ടാ വന്നത്, ഞാൻ കണ്ട കാഴ്ച. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം പറയുന്നതോ തിരിച്ചൊരു പറച്ചിലാ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്തേ? വളരെ ആ രക്ഷിതാവിനോട് ഞാനതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ പാരൻ്റ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അവരെ സുന്നത്ത് കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം മഗ്‌രിബിന് പള്ളി കൊണ്ടുപോയി തുടങ്ങിയതാണ്. മഗ്‌രിബ് കഴിഞ്ഞ് ഇശാവും കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു പോകാറ്. അന്ന് മുതൽ വീട്ടിലുണ്ടെങ്കിൽ മഗ്‌രിബിനും ഇശാഇനും സുബഹിക്കുമൊക്കെ അവനും ഞാനും ഒരുമിച്ചാണ്. ഇപ്പം എനിക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ തൂങ്ങും. ചെറിയ പ്രായത്തിൽ അവൻ എൻ്റെ കയ്യിലായിരുന്നു തൂങ്ങിയിരുന്നത്. ഇങ്ങനെ ഒരു പാരൻ്റ് റോൾ മോഡലായി മാതൃകയായി നിൽക്കുമ്പോഴാണ്, ഒരു പാരൻ്റ് അവിടെ എല്ലാ കാര്യത്തിലും മാതൃകയാകുമ്പോഴാണ് എന്ത് സംഭവിക്കുക?
ആ കുട്ടിയിൽ അങ്ങനെ ഒരു ഓളം ഉണ്ടായിത്തീരുക. അതിപ്പോഴും തുടരുന്നു എന്നാണ് പറഞ്ഞത്. ഇനിയും നിങ്ങൾ നോക്ക്, മദ്രസയിലെ 3-ാം ക്ലാസ്സിൻ്റെ പാഠത്തിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഒരു അധ്യാപകൻ. 3-ലോ 4-ലോ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ഷെയറിങ്ങിൻ്റെ പ്രാധാന്യം. ഷെയറിങ്ങിൻ്റെ പ്രാധാന്യം പഠിപ്പിക്കുകയാണ്. ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് തരിക അല്ലേ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവന്നില്ലെങ്കിൽ 2 ആൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു അല്പം എടുത്ത് 3-മതൊരാൾക്ക് കൊടുക്കുക. ഷെയറിങ് നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നുണ്ടത്. രക്ഷിതാക്കളോട് പറയും, KG പഠിക്കുന്ന രക്ഷിതാവിന് 1-2 രക്ഷിതാക്കളോട് വിളിച്ചു പറയും, നാളെ കുട്ടികൾക്ക് എന്ത് കൊടുത്തു വിടണ്ട? ഫുഡ് കൊടുത്തു വിടണ്ട. അതെന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ ഷെയറിങ് പഠിപ്പിക്കാനാണ്. സ്വാഭാവികം കുട്ടി അറിയില്ല, കുട്ടിയുടെ ടിഫിൻ ക്യാരിയറിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം അധ്യാപകരെന്ത് ചെയ്യും? അധ്യാപികമാര് ഇന്നിതാ ഇവർ 2 പേർക്ക് ഇന്ന് ഫുഡില്ല, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ വളരെ സന്തോഷത്തോടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്ന കുട്ടികൾ ഇവൻ്റെ ഈ കാലിയായ പാത്രത്തിലേക്ക് എന്ത് ചെയ്യും? അവരുടെ ഭക്ഷണത്തിൽ നിന്ന് അല്പാൽപ്പം ഇട്ടുകൊടുക്കും. ഇതിങ്ങനെ പഠിപ്പിക്കുകയാണ് നമ്മളിവിടെ സ്കൂളുകളിലും മദ്രസകളിലുമൊക്കെ ഷെയറിങ്ങിൻ്റെ പ്രാധാന്യം. ഉസ്താദ് ഇത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ നന്നായിട്ട് അവനെ പറഞ്ഞു കൊടുത്തു. മൂത്തത്ത് രണാങ്കണത്തിൽ മരണപ്പെടാൻ വേണ്ടി പോകുന്ന വളരെ ത്യാഗോജ്വലമായ ഒരു സംഭവമുണ്ട്. ഒരുപാട് സ്വഹാബത്ത് ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് വെള്ളം ചോദിച്ച ഒരു സ്വഹാബി അല്ലേ, വെള്ളം ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹാദിമായ ഒരു സ്വഹാബി ഓടിപ്പോയി വെള്ളമെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. 10-ലധികം വരുന്ന സ്വഹാബത്ത് വീണ് കിടക്കുന്നുണ്ട് രണാങ്കണത്തിൽ. ആ 1-മത്തെ സ്വഹാബിക്ക് കൊണ്ടുപോയി വെള്ളം കൊടുത്തപ്പോൾ ആ സ്വഹാബി ഇങ്ങനെ തലയിട്ടുരുട്ടുമ്പോൾ തൊട്ടപ്പുറത്ത് കുറച്ചപ്പുറത്ത് മാറി വീണ് കിടക്കുന്ന തൻ്റെ കൂട്ടുകാരനെ കാണുന്നു. ഇദ്ദേഹം പറയുന്നു, എന്നെക്കാൾ ആവശ്യം എൻ്റെ കൂട്ടുകാരനായ അദ്ദേഹത്തിനാണ്, അങ്ങോട്ട് കൊടുത്തോളൂ, എനിക്ക് വെള്ളം വേണ്ട, അവിടെ കൊടുത്തളിയുന്നു. വീണ്ടും എന്ത് ചെയ്തു? അവിടെ ചെല്ലുമ്പോൾ ആ സഹോദരൻ തൊട്ടടുത്ത ആളെ കാണിക്കുന്നു. കഥ നിങ്ങളൊക്കെ കേട്ടതാണ്, ചരിത്രമാണ്, ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ്. അങ്ങനെ 10 പേരുടെ അടുക്കിലേക്കും ഈ കൂട്ടുകാരൻ ഓടി ഓടി വെള്ളവുമായിട്ട് ചെന്നു. അവസാനം തിരിച്ച് 1-മത്തെ ആളിൻ്റെ അടുക്കേക്ക് വെള്ളപ്പാത്രവുമായി എത്തി. എല്ലാവരും പറഞ്ഞ എന്താ? എനിക്കല്ല, അദ്ദേഹത്തിന് കൊടുക്കൂ, എന്നേക്കാൾ അവശൻ അദ്ദേഹമാണ്. ഇങ്ങനെ ചുറ്റി വന്ന ആദ്യത്തെ ആൾ മരണപ്പെട്ടു പോയി, 2-മത്തെ ആൾ മരണപ്പെട്ടു പോയി, 3-മത്തെ ആൾ മരണപ്പെട്ടു പോയി. അവരെല്ലാവരും വെള്ളം കുടിക്കാതെ മരണപ്പെട്ടു പോകുമാറ് തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി തനിക്ക് കിട്ടാവുന്ന വെള്ളത്തെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ട് കൈമാറി മരണപ്പെട്ടു പോയ സ്വഹാബത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഈ അധ്യാപകൻ കുട്ടികളെ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. 3rd സ്റ്റാൻഡേർഡ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ കുട്ടി സ്കൂളിൽ പോവാണ്. സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, നോൺ മുസ്ലിമായ ഒരു പെൺകുട്ടി, 3-ാം ക്ലാസ്സുകാരി, അവളെ ചോദിച്ചു, എടി ഞാൻ ഇന്ന് പെൻസിൽ കൊണ്ടുവന്നിട്ടില്ല, നീ എൻ്റെ പെൻസിലൊന്ന് എനിക്ക് തരുമോ? 2 പെൻസിൽ എൻ്റെ അടുത്തുണ്ടോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞത്രേ, എൻ്റെ ഉമ്മ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു ഒരു പെൻസിൽ കുറിപ്പിച്ച് വെക്കാമെന്ന്, കാരണം എൻ്റെത് ചെറിയ പെൻസിലായിട്ടുണ്ട്, അതുകൊണ്ട് മാറ്റി കുറിപ്പിച്ച് വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കി പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അവൻ്റെ പൗച്ച് തുറന്നു നോക്കിയപ്പോൾ ആ പൗച്ചിൽ വലിയ ഒരു പെൻസിൽ കുറിപ്പിച്ച് വെച്ചതുണ്ടുമ്മ. അതെടുത്തുകൊണ്ട് തൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തപ്പോൾ കൂട്ടുകാരി പറഞ്ഞു, എനിക്ക് ആ ചെറിയ കുഞ്ഞു പെൻസിൽ മതി, വലുതുകൊണ്ട് നീ എഴുതിക്കോ, അങ്ങനെയാണല്ലോ നമ്മുടെ മാന്യത. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, അങ്ങനെയല്ല, നീ വലുതുകൊണ്ട് തന്നെ എഴുതണം. എന്താ കാരണം എന്നറിയോ? ഞങ്ങളെ മദ്രസയിലെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ കൊടുത്താലേ ഞങ്ങൾ മുസ്ലിം ആവുകയുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര നല്ല ഒരാശയം, എത്ര നന്നായിട്ട് ഉസ്താദ് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയോ? 1 ആഴ്ചയോ 2 ആഴ്ചയോ കഴിഞ്ഞ് ഒരു ദിവസം ശനിയാഴ്ചയിൽ ഈ പെൺകുട്ടി വീട്ടിലേക്ക് മദ്രസ കഴിഞ്ഞിട്ട് വന്നിട്ട് ആ കുട്ടി ഇങ്ങനെ അകത്ത് പോയിട്ട് ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇന്നലെ ഉപ്പച്ചി കൊണ്ടുവന്ന ഐസ്ക്രീം ഉണ്ടോ? അത് ഫ്രിഡ്ജിലുണ്ട്, എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞു. ഉമ്മ കോലായിലേക്ക് വന്നു തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള സഹോദരിയോട് സംസാരിക്കാൻ. സ്വാഭാവികമായിട്ടും ഈ കുട്ടിയും ഐസ്ക്രീം എടുത്തിട്ട് അങ്ങോട്ട് വരും. അങ്ങനെയാണല്ലോ, ഉമ്മാരുടെ കൂടെ ഉണ്ടാവും മക്കളും. ആ കുട്ടി ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ബാപ്പയുടെ അനിയൻ്റെ മോള്, സ്വന്തം ബാപ്പാൻ്റെ അനിയൻ്റെ മോള്, UKG-കാരിയാണ് ആ പെൺകുട്ടി. UKG-കാരി താത്താന്ന് വിളിച്ചിട്ട് ഓടി വരികയാണ്. എന്തിനാ? ശനിയാഴ്ച ബാക്കിയുള്ള സമയം കളിക്കാൻ. ആ കളിക്കാൻ വേണ്ടിയിട്ട് ഈ സഹോദരിമാർ, ഈ കൂട്ടുകാരി തൻ്റെ ബാപ്പയുടെ ജ്യേഷ്ഠൻ്റെ മോള് ഓടി വരുന്നത് കണ്ടപ്പോൾ, താത്താന്നുള്ള വിളി കേട്ടപ്പോൾ ഈ ഉമ്മ
3-ാം ക്ലാസ്സുകാരി പെൺകുട്ടിയുടെ മുഖത്തേക്ക് രൂക്ഷമായെന്ന് നോക്കി. എന്തായിരിക്കും? ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ് കോലായിൽ. ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെയാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഉമ്മമാരുടെ ചില നോട്ടങ്ങളൊക്കെ കുട്ടികൾക്ക് വേഗം മനസ്സിലാവും. കുട്ടി ആ ഐസ്ക്രീമിൻ്റെ പാത്രവും കൊണ്ട് എന്ത് ചെയ്ത്, ബോളും കൊണ്ട് അകത്തേക്ക് ഓടി. പിന്നെ അത് ടേസ്റ്റ് ചെയ്തൊക്കെയല്ല, പിന്നെ അത് വാരി വലിച്ച് തിന്നേക്കുകയാണ്. ഒക്കെ കൂടി തിന്നിട്ട് ചിരിയൊക്കെ തൂത്തിയിട്ട് ആ കുട്ടി ഇങ്ങനെ പുറത്തേക്ക് വന്നു. എന്നെ സങ്കടപ്പെടുത്തിയത് അതൊന്നുമല്ല പ്രിയമുള്ളവരെ. ആ ഉമ്മ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വീട്ടിലെ തൻ്റെ കൂട്ടുകാരിയായ അയൽവാസി പെണ്ണിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? അങ്ങനെ തന്നെ ആടി, ഒരു സാധനം കൊണ്ടുവന്നാലും എൻ്റെ മക്കളെ ചൊവ്വേ തിന്നാൻ സമ്മതിക്കൂല, അപ്പോഴത്തേക്ക് എവിടുന്നെങ്കിലുമൊക്കെ വെറ്റുകൾ ഓടി വരും. ആലോചിച്ചോക്കി, 10 രൂപയുടെ ഒരു ബോൾ ഐസ്ക്രീം. ആ ഐസ്ക്രീമിൻ്റെ ഒരൽപ്പം കുട്ടി കഴിക്കുമ്പോൾ തൻ്റെ അനിയത്തിക്കൊച്ചെന്ന് പരിഗണിക്കേണ്ട മൂത്താപ്പാൻ്റെ മോള് ഓടി വരുമ്പോൾ ഒരു ഉമ്മാൻ്റെ പ്രതികരണം എന്താ? ഒരു സാധനവും തിന്നാൻ ചൊവ്വേ സമ്മതിക്കൂല, അപ്പോഴത്തേക്ക് ഓടി വരും വെറ്റകൾ. ആ പാവപ്പെട്ട പെൺകുട്ടി ഇതൊന്നും അറിഞ്ഞ് ഓടി വന്നതല്ല. മോള് കഴിച്ചൊക്കെ വന്നപ്പോൾ ഈ കുട്ടി ചോദിച്ചു, എന്തേനി താത്ത നിൻ്റെ കയ്യിൽ? അപ്പം ഈ ഉമ്മ പറയാ, അത് ഇന്നലെ ഓളെ ബാപ്പ കൊണ്ടുവന്ന ഐസ്ക്രീമിൻ്റെ ബോളായിരുന്നു, സാധനയിലുണ്ടായിരുന്നില്ല എന്നർത്ഥം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് ആ ചുമരിൽ പിടിച്ചുകൊണ്ട് കുട്ടി ഇങ്ങനെ മറ്റേ കുട്ടിൻ്റെ കൂടെ കളിക്കാൻ പോകുമ്പോൾ ഉമ്മാനെ ഒന്ന് തിരിഞ്ഞു നോക്കി കുറച്ച് അപ്പുറത്ത് ചെന്നിട്ട് ഈ കുട്ടി പറയുന്നുണ്ട് തൻ്റെ അനിയത്തി കുട്ടിയോട്, എന്താ അറിയോ, എനിക്ക് തരണം എന്നൊക്കെ ഉണ്ടായിരുന്നടി, പക്ഷേ ഉമ്മ ചീത്ത പറയും കരുതിയിട്ടാ തരാഞ്ഞത് കേട്ടോ. ഉസ്താദ് മദ്രസയിൽ പഠിപ്പിച്ചു വെച്ച സുന്ദരമായ ഷെയറിങ്ങിൻ്റെ ഒരാശയം എങ്ങനെയാണ് ഒരു ഉമ്മ മണ്ണിട്ട് മൂടിയത് നിങ്ങളൊന്ന് നോക്കി. കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഫാമിലി അതിനെന്താവുന്നില്ല. ആ ഒരു നല്ല രീതി അവിടെ പഠിച്ചു വരുന്നില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ എന്താകൂല, നന്മകൾ പഠിക്കില്ല. ഞാൻ പറഞ്ഞു വന്നത് മാതൃകകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. മദ്രസകളിൽ പണ്ട് മുതൽ ഇപ്പോഴും എല്ലാം നന്മകൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അഖ്ലാഖിലാണെങ്കിലും അത് കഴിഞ്ഞ് ദുറൂസിലാണെങ്കിലും ഒക്കെ പഠിപ്പിക്കുന്ന ധാരാളം നന്മകൾ ഉദാഹരണ സഹിതം ഉസ്താദുമാർ പറഞ്ഞു വിടുന്നുണ്ട്. അവരെ നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, നോമ്പെടുക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്, നല്ല വേഷവിധാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നില്ലെങ്കിൽ ഈ പഠിപ്പിക്കൽ വെറുതെയായി പോവാണ്. പോവുക. അവിടെയാണ് ഞാൻ പറഞ്ഞത്, റോൾ മോഡലുകളാകേണ്ടത് ആരാണ്? നമ്മൾ പാരൻസാണ്, രക്ഷിതാക്കളാണ് റോൾ മോഡലാവേണ്ടത്. നിസ്കാരം പഠിപ്പിക്കുമ്പോൾ, 5 നേരത്തെ നിസ്കാരം പഠിപ്പിക്കുമ്പോൾ ആ നിസ്കാരത്തിൻ്റെ സമയം കൃത്യമാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുത്ത് ആലോചിച്ച് നോക്ക്. മദ്രസ ഇല്ലാത്ത ദിവസങ്ങളിൽ സുബഹ് നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ടാകും? ഉസ്താദുമാരോട് ചോദിച്ചാൽ മതി. എന്താ കാര്യം? ഇന്ന് മദ്രസ ഇല്ലല്ലോ, സമാധാനം എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നത് മക്കളല്ല, പിന്നെ ആരാ ഉറങ്ങുന്നത്? ഉമ്മയും ഉപ്പയുമാണ്. എന്താണ് ഇന്ന് എഴുന്നേക്കാൻ വൈകിയോ? ഏതായാലും മദ്രസയിലല്ലോ വിചാരിച്ച് കുറച്ചു നേരം കൂടി കടന്ന്, അതുകൊണ്ട് ഇപ്പം എന്താ ഉണ്ടായെന്നറിയാം, സുബഹി അങ്ങോട്ട് കലായിന്ന അല്ലേ? മക്കൾ മദ്രസയില്ലെങ്കിൽ നേരത്തെ എഴുന്നേക്കും, അതുറപ്പാ. മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദ്രസ ഇല്ലാത്ത ദിവസം 5:30 വിളിച്ചാൽ പോലും ഉണരാത്ത ആൾ 5 മണിക്ക് തന്നെ വിളിച്ചിട്ട് 5 മണി ആയോ എന്ന് ചോദിക്കും അല്ലേ? കാരണം എന്താ? അന്നോലൊന്ന് ഫ്രീ ആണല്ലോ. മറ്റേതും 5:30 മണിക്ക് 5:45 വിളിച്ച് ഉരുട്ടിയാലും എന്ത് പറയും? കുറച്ചു നേരം കൂടി കിടക്കട്ടെങ്കിൽ ആ ഫാൻ ഓഫ് ആക്കല്ലേ എന്ന് പറയും. നമ്മൾ ഫാൻ ഓഫ് ആക്കിയിട്ട് പോലും ഇതൊന്ന് എഴുന്നേറ്റ് പോന്നോട്ടെ വിചാരിച്ചിട്ട്. ഇപ്പോഴല്ല, 15 ദിവസം മുമ്പത്തെ കാര്യം പറഞ്ഞ ഇതാണ്. നമ്മളെ പാരൻസ് എന്ത് ചെയ്യുന്നില്ല, വേണ്ടതുപോലെ അതിന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ. ശ്രദ്ധിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. തഹജ്ജുദ് നിസ്കരിച്ച് കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എൻ്റെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട്, നീ അവ്വാബീൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവ്വാബീൻ നിസ്കാരം എപ്പോഴാണെന്നറിയോ? അങ്ങനെ നിസ്കാരം കേട്ടിട്ടുണ്ടോ അല്ലേ? അവ്വാബീൻ നിസ്കാരം ഇവിടെ നിസ്കരിക്കുന്ന കുറേ ആളൊക്കെ ഉണ്ടോ? എനിക്ക് വലിയ സന്തോഷം തോന്നി. പള്ളിയിൽ അവ്വാബീൻ നിസ്കരിക്കുന്ന കുറേ ആളുകളെ അവ്വാബീനായിരിക്കുന്ന ഞാൻ മനസ്സിലാക്കിയ. മഗ്രിബ് നിസ്കാരത്തിൻ്റെ സുന്നത്തും കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നിസ്കാരക്കാരെ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. പലയിടങ്ങളിലും കാണാത്തതാ. അപ്പം നിസ്കരിക്കുന്നതാണ് അവ്വാബീൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്നൊരു കുട്ടിയോട് അവ്വാബീൻ പഠിപ്പിക്കുകയാണ്. അവരെ 6ാം ക്ലാസ്സിൽ സ്വലാത്തുൽ അവ്വാബീനെ പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് അവ്വാബീൻ കേട്ടിട്ടുണ്ടോ, അവ്വാബീൻ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനും ഉമ്മയും വല്യമ്മയും ഉപ്പയൊക്കെ നിസ്കരിക്കലുണ്ട് എന്ന് പറഞ്ഞു. സന്തോഷമായി എനിക്ക്.
കാരണം എന്താ? അത് ആ കുടുംബത്തിൽ നിന്ന് ആ കുട്ടിക്ക് പകർന്നു കിട്ടിയതാ. എന്നാൽ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിനക്ക് റുക്കു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ റുക്കു അതെന്താന്ന് ചോദിച്ച കുട്ടിയെയും എനിക്കറിയാം. റുക്കു അതെന്താണ് മനസ്സിലായോ? അതും കുട്ടികൾ തന്നെയാണ്, മദ്രസയിൽ വരുന്ന കുട്ടിയാണ്. എവിടെയാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്? നമ്മൾ എത്രമാത്രം അവർക്ക് മുമ്പിൽ മാതൃകകളാകുന്നു എന്നതാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 7 വയസ്സുവരെ കുട്ടികൾക്ക് മാതൃകയാകാൻ പറഞ്ഞു രക്ഷിതാക്കളോട്. 7 വയസ്സ് മുതലാണ് കുട്ടിയെ നിസ്കരിക്കുവാൻ കൽപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു രക്ഷിതാക്കളോട്. അല്ലേ? അങ്ങനെയല്ലേ? 7 വയസ്സ് മുതൽ നിസ്കരിക്കാൻ കൽപ്പിച്ചില്ലേ? ഒരു കാര്യം നിങ്ങളോട് കൽപ്പിക്കണമെങ്കിൽ അത് ആദ്യം ചെയ്ത് കണ്ട് പഠിക്കണ്ടേ? നിങ്ങൾ കൽപ്പിക്കണമെങ്കിൽ അത് വേണ്ടേ? ഒരു കാര്യം ഒരാളോട് ചെയ്യാൻ കൽപ്പിക്കണമെങ്കിൽ അതിന് മുമ്പേ അവർക്ക് പരിശീലനം തുടങ്ങണം. അവർക്കത് കണ്ടും കേട്ടും അറിയണം. അറിയുന്ന ഒരു കാര്യമല്ലേ കൽപ്പിക്കാൻ പറ്റുള്ളൂ. 7 വയസ്സ് മുതൽ കൽപ്പിക്കണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ? നേരത്തെ ഞാൻ പറഞ്ഞ 6.5 വയസ്സ് വരെയുള്ള സമയത്ത് അവൻ്റെ ജീവിതത്തിലേക്ക് ആ നിസ്കാരം എന്ത് ചെയ്തിട്ടുണ്ടാകും? കണ്ടും കേട്ടും അവർ ചേർത്ത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെ 7 വയസ്സ് മുതൽ കൽപ്പിച്ചു. 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നമ്മൾ പഞ്ചസാര വാങ്ങിക്കൊണ്ടിരുന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ആവില്ല, ഞാൻ കളിക്കാൻ പോവാന്ന് പറഞ്ഞാൽ വടിയെടുത്തിട്ട് ഒന്ന് കൊടുക്കും. പറഞ്ഞാൽ നീ കേൾക്കൂല. മക്കളൊക്കെ ഇഷാ നിസ്കരിച്ചിട്ടാണ് കിടന്നു വെച്ചപ്പോൾ നമ്മൾ എന്ത് പറയും? എന്താ ഓൻ എന്ന് ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് ഓൻ നിസ്കരിച്ചിട്ടില്ല, അവിടെ കിടന്നോട്ടെ, ഓൻ കുട്ടിയല്ലേ എന്നാ അല്ലേ? അവിടെയാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഒരിക്കൽ 5, 6, 7 ക്ലാസ്സുകളിലെ UP സെക്ഷൻ കുട്ടികളെയും കൊണ്ട് ടൂർ പോവുകയാണ്. ആ ടൂർ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അസർ നിസ്കാരത്തിൻ്റെ സമയമായി. പക്ഷേ വഴിയിലെവിടെ ഒരു പള്ളി കാണുന്നില്ല. നമ്മുടെ മലപ്പുറം തൃശ്ശൂരൊക്കെ കഴിഞ്ഞു പോയാൽ പിന്നെ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, കരുതുന്നിടത്ത് പള്ളി നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരു 5:30 മണിയൊക്കെ ആയി. 6:15 ബാങ്ക് കൊടുക്കുന്ന ഒരു കാലമാണ്. ഏതാണ്ട് ഇപ്പോഴത്തെ പോലെ 5:30 മണി കഴിഞ്ഞു. 5:40 ആയപ്പോൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ വന്നിട്ട് സദർ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നമുക്ക് അസർ നിസ്കരിക്കണ്ടേ? നിങ്ങളോടാണ് നിങ്ങൾക്ക് എന്താ വിചാരിക്കുക? മദ്രസയിൽ പഠിപ്പിക്കുന്ന സദർ ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഉസ്താദ് നമുക്ക് അസർ നിസ്കരിക്കണ്ടേ? അപ്പോൾ ഉസ്താദ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഓർമ്മയുണ്ട്, നിസ്കരിക്കണം. പള്ളി നോക്കിക്കൊണ്ടിരിക്കുക, യുവ ഇരുന്നോ എന്ന് പറഞ്ഞു. യുവ ഇരുന്നോ ഒട്ടൊരമർഷത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം ആ ചോദ്യമൊന്നും ഉസ്താദിന് എന്തായിട്ടില്ല, അത്രക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്. ഒരു 10 മിനിറ്റ് സമയം കൂടി കഴിഞ്ഞു. ഒരു 5:50 ആകുന്ന സമയത്ത് ഈ കുട്ടി ഓടി വന്നിട്ട് പിന്നെയും ചോദിച്ചു, ഉസ്താദ് 5:50 അസർ നിസ്കരിക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇതാ പള്ളി കാണുന്ന ആ പള്ളിയിലേക്കാണ് നമ്മൾ ഓടിയത്. യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, വണ്ടി അങ്ങോട്ട് ഓടിയെത്തിയിട്ട് വേണ്ടേ? അവിടെ ഓടിച്ചെന്നു, ഇറങ്ങി, അസർ നിസ്കാരമൊക്കെ നിർവഹിച്ചു. അതിന് ശേഷം നോക്കുമ്പോൾ 5-6 മിനിറ്റേ ഉള്ളൂ. പിന്നെ മഗ്‌രിബിന് എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള ചായക്കടയിൽ നിന്ന് ഓരോ ചായയൊക്കെ കുടിച്ച് മഗ്‌രിബും കൂടി ഇവിടുന്ന് നിസ്കരിച്ചിട്ട് വണ്ടി കയറാം, ഇനിയൊരു പള്ളി തിരയണ്ടെന്ന് പറഞ്ഞ് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് തബാറക്കയും ഇതാവക്കഴത്തിയും ഒക്കെ കുട്ടികളെ കൊണ്ട് ഓദിച്ച്, അങ്ങനെയാണ് അതൊക്കെ അവരെ കൊണ്ട് ഓദിച്ച് വണ്ടിയിലേക്ക് തന്നെ തിരിച്ചു കയറി. ഉസ്താദിൻ്റെ പതിവുള്ള ഔറാദ് ദിക്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ പൊന്നുമോനെ ഉസ്താദ് അടുത്തേക്ക് വിളിച്ചു. അടുത്തേക്ക് വിളിച്ചിട്ട് ഉസ്താദ് ചോദിച്ചു, അല്ല മോനെ, നീ എന്താ നേരത്തെ 2 വട്ടം ഓടി വന്ന് നിസ്കരിക്കണ്ടേ എന്ന് ചോദിച്ചത്? ഞങ്ങളെന്താ നിസ്കരിക്കാതെ നിങ്ങളെയും കൊണ്ട് ടൂർ പോകുമെന്ന് വിചാരിച്ചോ? എന്തേ നീ അങ്ങനെ 2 വട്ടം വന്ന് ചോദിക്കാനെന്ന് 6-ാം ക്ലാസ്സുകാരനായ ആ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ, പ്രിയമുള്ള രക്ഷിതാക്കളെ, ആ കുട്ടി പറഞ്ഞു, അതൊന്നുമല്ല ഉസ്താദേ, അതൊന്നുമല്ല. പിന്നെന്തേ? പറഞ്ഞു, എൻ്റെ ഉമ്മാക്ക് വിഷമാവും വിചാരിച്ചിട്ടാണ്, എൻ്റെ ഉമ്മ സങ്കടപ്പെടും വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പം ആ കുട്ടിയോട് ചോദിച്ചു, എൻ്റെ ഉമ്മ എന്ത് സങ്കടപ്പെടാനാ? നിൻ്റെ ഉമ്മാക്ക് എന്ത് സങ്കടം? അപ്പം പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 1.5 വർഷം കഴിഞ്ഞു. എൻ്റെ ഉമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ആ ബ്ലഡ് ക്യാൻസറുള്ള ഉമ്മ മരണപ്പെട്ടു പോകുമ്പോൾ എൻ്റെ ഉമ്മ അടുത്തേക്ക് വിളിച്ചിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ചേർത്ത് നിർത്തിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ ഒരു പക്ഷേ മരണപ്പെട്ടു പോകും, മരിക്കും, ഞാൻ അധികകാലം ഉണ്ടാവില്ല, എനിക്ക് ഒരേ ഒരു മോനാ നീ, എനിക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള മോനാണ്, ഉമ്മാക്ക് വേണ്ടി നീ ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. 2ാമത് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു,
7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഒരു നിസ്കാരം പോലും ഖളാ ആകാൻ നിനക്ക് ഞാൻ സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് ആ കുട്ടി പറയാ, ഉസ്താദേ എന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത് തന്നെ ളുഹ്ർ നിസ്കരിക്കാൻ ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് പറഞ്ഞേക്കൂല എന്ന് പറഞ്ഞങ്ങാണ്ടാ. കാരണം പുറത്തേക്ക് പള്ളിക്ക് എന്ത് ചെയ്യൂല, ആ ചെറിയ പ്രായം കുട്ടികളെ പറഞ്ഞു വിളിക്കുന്ന സ്വഭാവം ആ സ്കൂളിലില്ല, അവർ വിടാറില്ല. കുറച്ച് ദൂരം കുറച്ചകലം പോകണം പള്ളിയിലേക്ക്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത് എന്തിനു, ളുഹ്ർ ഖളാ ആകാതിരിക്കാൻ. അങ്ങനെ വൈകുന്നേരം ഒറ്റ വക്കത്ത് ആ കുഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്, 7 വയസ്സിനിക്കായത് മുതൽ ഒരു വക്കത്ത് പോലും എന്നെ ഖളാ ആക്കി നിസ്കരിപ്പിക്കാൻ എൻ്റെ ഉമ്മ സമ്മതിച്ചിട്ടില്ല. 10 വയസ്സായപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന സമയത്തൊക്കെ ഈ നിസ്കരിക്കണം, ആ സമയത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടികൊള്ളും. എനിക്ക് അസർ നിസ്കരിക്കാൻ ഉമ്മ നിശ്ചയിച്ചു തന്ന സമയം 4:45. ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ നേരെ കയ്യും കാലും കഴുകി ഒതുവെടുത്ത് നിസ്കരിച്ചിട്ട് എനിക്ക് എൻ്റെ ഉമ്മ ചായ തരുള്ളൂ. എന്നിട്ട് പിന്നെ കളിക്കാൻ പോകാം. ഇതാണ് എന്നെ ശീലിപ്പിച്ചത്. മരിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഉമ്മ പറഞ്ഞു എന്നോട്, ഉമ്മ നിശ്ചയിച്ചു തന്ന സമയത്തെയും വിട്ട് ഈ നിസ്കാരം പിന്തിക്കുമോ? ഞാൻ പറഞ്ഞു, ഇല്ല ഉമ്മ, ഞാനങ്ങനെ ചെയ്യില്ല. അപ്പം എൻ്റെ ഉമ്മ എന്നോട് പറയാ, അങ്ങനെ എങ്ങാനും നീ ചെയ്താൽ ഞാൻ ഖബറിൽ കിടക്കുമ്പോൾ എനിക്ക് സങ്കടാവും. ഉമ്മാൻ്റെ കുട്ടി സങ്കടപ്പെടുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ, ഉസ്താദേ ഞാൻ ഉമ്മാൻ്റെ കൈ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉമ്മാനെ സങ്കടപ്പെടുത്തൂല. ഇന്ന് 4:45, 5, 5:30 കഴിഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് ഓടി വന്നത് എൻ്റെ ഉമ്മാനെ ഓർമ്മ വന്നിട്ടാ. എൻ്റെ ഉമ്മ ഖബറിൽ സങ്കടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങളോട് നിസ്കരിക്കണ്ടേന്ന് പിന്നെയും വന്ന് ചോദിച്ചതെന്ന് 6, 5, 11, 12 വയസ്സുള്ള ഒരു കുഞ്ഞു പറഞ്ഞെങ്കിൽ അതൊരു ഉമ്മയാണ്. ആ ഉമ്മ ആ മകന് കൊടുത്തിരിക്കുന്ന മാതൃകകളും ആ മകനെ വളർത്തിയെടുത്തിരിക്കുന്ന രീതികളുമൊക്കെ അങ്ങനെ ആയതുകൊണ്ടാ ആ കുഞ്ഞ് നന്നായി വന്നത്. നാളെ ഖബറിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിന് മീതെ ഉയർന്നു നിൽക്കാൻ, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ സ്വർഗത്തിനു മീതെ ഉയർന്നു നിൽക്കാൻ ആ ഉമ്മാക്ക് കഴിയും. ഉമ്മയുടെ കാൽച്ചുവട്ടിലാകണം സ്വർഗം. ഉമ്മാൻ്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ ആ സ്വർഗത്തിന് മുകളിൽ ഉയർന്നു നിൽക്കാൻ മാത്രം മാതൃകയായി ആ ഉമ്മ കുട്ടിക്ക് മാറണമെന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർഗത്തിൻ്റെ മുകളിൽ നിൽക്കാൻ മാത്രം, തൻ്റെ മകനെ പിടിച്ച് സ്വർഗത്തിലിടാൻ മാത്രം ഔന്നത്യമുള്ള ഒരു ഉമ്മയായി തൻ്റെ ഉമ്മ മാറണം. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയാ, എൻ്റെ ഉപ്പമാരോട് പറയാ, നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരികയും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെത്തണം. അതിനെന്ത് വേണം? മദ്രസയിലേക്ക് പറഞ്ഞയക്കുമ്പോഴുള്ള നിയ്യത്ത് തന്നെ മാറണം. മദ്രസയിൽ പറഞ്ഞയക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട നിയ്യത്ത് എന്താ? എൻ്റെ മോൻ ദീനു പഠിക്കട്ടെ എന്നല്ല, എൻ്റെ മോന് ദീനു പഠിക്കട്ടെ എന്നല്ല, എൻ്റെ മകൻ മുസ്ലിമായി ജീവിക്കട്ടെ എന്നായിരിക്കണം. എൻ്റെ മകൾ മുസ്ലിമായി ജീവിക്കണമെന്ന നിയ്യത്ത് വേണം. അങ്ങനെ വരുമ്പോൾ മദ്രസയിൽ പഠിച്ച ഓരോ വരികളും കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പ്രയത്നമുണ്ടാകും. അവിടെയാണ് നമ്മൾ ഒരുമിക്കേണ്ടത്. 9ാം ക്ലാസ്സിലെത്തുമ്പോൾ സിനിമയ്ക്ക് പോയൊരു കഥയുണ്ട്, വിനീതൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെല്ലാവരും സിനിമ കാണും എന്നാണ് 1921 ഇറങ്ങിയത്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. 21 സിനിമ ഇറങ്ങിയ കാലമാണ്. ആ സമയത്ത് എല്ലാവരും സിനിമയ്ക്ക് അന്ന് ആണുങ്ങൾ ചോദിച്ചു അതെന്താ സംഭവം, സിനിമ എന്താണെന്നറിയാത്തൊരു കാലമാണത്. അപ്പോൾ പറയത് വലിയൊരു സ്ക്രീനാണ്, ചുമര് മാതിരത്തെ, അയിമക്കൂടെ എങ്ങനെ എന്ത് ചെയ്യും. അന്ന് മമ്മൂട്ടിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ, അന്ന് വേറെ ഏതൊക്കെ നടന്മാരൊക്കെയാണ്, അവരെ കൈമക്കൂടെ ഇങ്ങനെ നടക്കും, കളിക്കും, ഓടുമ്പോൾ. അപ്പം നമ്മുടെ ചിന്തയിൽ ഈ ടെക്നിക്കൽ യുഗത്തിലൊന്നും അല്ലല്ലോ, നമ്മുടെ ചുമര് പോലത്തെ ഒരു സാധനം ഇവരെങ്ങനെ ഓടുക എന്നൊക്കെയായിരുന്നു നമ്മുടെ ചിന്ത. നമ്മളൊരു ലോകത്താണല്ലോ അന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് എനിക്കൊന്നും പോരാതെ പിന്നെ ഇങ്ങനെ മനസ്സിലാവുക. അപ്പം ഈ ഒരു സംഗതി മനസ്സിലാകാൻ ഒരാഗ്രഹം, ബേക്കിൽ ഇങ്ങനെ ലൈറ്റ് അടിച്ചാൽ എങ്ങനെ മനുഷ്യന്മാർ നടക്കുക എന്നൊക്കെ ഒന്ന് നേരിട്ട് കാണണമല്ലോ. അതിനു വേണ്ടിയിട്ട് കൂട്ടുകാരുമായിട്ട് ഷട്ടം കെട്ടി ഒരു ദിവസം പോകാൻ തീരുമാനിച്ചു. ടിക്കറ്റൊക്കെ ഓലെടുത്തോളം എന്ന് പറഞ്ഞു. എൻ്റെ വാപ്പാൻ്റെ ഇമ്മാൻ്റെ അടുത്തുനിന്ന് സിനിമക്ക് ടിക്കറ്റിന് പൈസ ഇട്ടൂല എന്ന് ഉറപ്പാണ്. ടിക്കറ്റൊക്കെ അവരെടുത്തോളം എന്ന് പറഞ്ഞു. 1.5 രൂപ 2 രൂപയൊക്കെയാണെന്ന്. അതൊക്കെ ആയി. പക്ഷെ എൻ്റെ വീട്ടിലൊരു നിയമമുണ്ട്. എന്താണെന്നറിയോ? എവിടേക്ക് പോകുകയാണെങ്കിലും ഉമ്മാനോട് പറഞ്ഞിട്ട് പോകണം. അല്ലാതെ ബാപ്പ കണ്ടാലും ഉമ്മാക്കും വഴക്കിട്ടും നമുക്ക് അടിയും കിട്ടും. നേരെ മറിച്ച് എവിടെ വെച്ച് നമ്മളെ കണ്ടാലും ഉമ്മാനോട് ചോദിച്ചു, വീട്ടിൽ വന്നിട്ട് ചോദിക്കും മോനെങ്ങട്ടാ പോയത്. അപ്പോൾ ഉമ്മ പറയണം എന്നോട് ചോദിച്ചു പോയതാന്ന് പറഞ്ഞാൽ ഓക്കെ, പിന്നെ ചോദ്യമൊന്നുമില്ല. ഇത് നേരത്തെ തന്നെ ചട്ടമുള്ളത് കൊണ്ട് ഉമ്മയോട് ഞാൻ ചോദിച്ചു, ഉമ്മ നാളെ ഞാൻ കുറച്ച് നേരം വൈകിട്ടേ വരുള്ളൂ സ്കൂൾ വിട്ടിട്ടേ. അപ്പം എന്തേന്ന് ചോദിച്ചു. അങ്ങ് ഒരു മാറ്റിനിക്ക് പോവാനാണ്. അന്ന് സിനിമ എന്നാ പറയാ, സിനിമ എന്നൊന്നും ഞങ്ങളെ നാട്ടിൽ പറയൂല. അപ്പം എന്താ മാറ്റിനി എന്ന് ചോദിച്ചു ഉമ്മ. അപ്പം സിനിമ കളിയാണ്. അപ്പം എൻ്റെ അമ്മ ചോദിച്ചു സിനിമക്ക് പോകാനാ എന്നോട് ചോദിച്ചത് ചോദിച്ചു. ആ അമ്മ എന്ന് പറഞ്ഞു.
ഉമ്മ തൊട്ടപ്പുറത്തെ പറമ്പിൽ പോയിട്ട് നല്ലൊരു പുളിവടി വെട്ടിക്കൊണ്ടുവന്നിട്ടേ 2 കയ്യും പിടിച്ചിട്ട് നന്നായി പൊട്ടിച്ചു. അപ്പം ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ എന്തിനാ നിങ്ങൾ എന്നെ അടിക്കണം? ഞാൻ പോയിട്ടില്ലല്ലോ. പോട്ടേന്ന് ചോദിച്ചിട്ടല്ലോ. പോണ്ടെങ്കിൽ പോണ്ടാന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ പോകൂലല്ലോ. ഉമ്മ വേണ്ടാന്ന് പറഞ്ഞൊരു സംഗതിക്ക് ഞാൻ പോകൂല, പിന്നെ എന്തിനാ നിങ്ങൾ അടിക്കണ്? അപ്പം എൻ്റെ ഉമ്മാൻ്റെ ചോദ്യം എന്താണെന്നറിയോ? ഈ ചോദിക്കാൻ പാടുണ്ടോന്നാ. നാളെ ജീ വന്നിട്ട് ഞാൻ കള്ളുടിക്കാൻ പോട്ടെ എന്ന് ചോദിക്കൂല എന്നോട്? നാളെ നീ വന്നിട്ട് എന്നോട് കള്ളുടിക്കാൻ പോട്ടെ എന്ന് ചോദിക്കൂലേ? ഈ സിനിമക്ക് പോട്ടെ എന്ന് ചോദിക്കാൻ വന്നത് എൻ്റെ അടുത്തേക്ക്. അടി അതിനാ പോയിട്ടില്ല കേട്ടോ. അള്ളാഹു മടക്കബർ സന്തോഷാക്കി കൊടുക്കട്ടെ. പോകേണ്ടി വന്നില്ല, കാരണം അതിൻ്റെ മുമ്പ് എന്നെ വരഞ്ഞിട്ടിരുന്നു തുടമ്പല്. ഇത് ഒരു തർബിയത്താ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഏറ്റവും വലിയ പ്രയാസം മൊബൈൽ ഫോൺ അല്ലേ? ഏറ്റവും വലിയ പ്രശ്നം മൊബൈൽ ഫോൺ അല്ലേ? ഈ മൊബൈൽ ഫോൺ എങ്ങനെയാണ് നമുക്കൊന്ന് നിർത്താൻ പറ്റുക? അതാണല്ലോ ഇപ്പോഴത്തെ കാര്യം. സുബ്ഹാനല്ലാഹ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊറോണ കാലത്ത് ഞാനൊരു സ്കൂളിൻ്റെ ഹെഡാ. അപ്പോൾ കുട്ടികൾക്കൊക്കെ മൊബൈൽ വെച്ച് പഠിപ്പിക്കണം. കൊറോണ കാലത്ത് അതല്ലാതെ മാർഗ്ഗമില്ലല്ലോ. രക്ഷിതാക്കളോടൊക്കെ മൊബൈൽ വാങ്ങി കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിനീതനായ ഒരു രക്ഷിതാവ് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വാങ്ങിക്കൊടുക്കൂല. 2 കൊല്ലോ 3 കൊല്ലോ കൊറോണ ഉണ്ടോ എൻ്റെ കുട്ടി പഠിക്കേണ്ട, പരീക്ഷ എഴുതണ്ട, ഞാൻ വാങ്ങിക്കൊടുക്കൂല എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ ആ രക്ഷിതാവിനെ കണ്ട് അങ്ങനെ കാണിക്കും. അന്ന് ഇത്രമേൽ ഭവിഷ്യത്ത് നമ്മൾ ആലോചിച്ചോ അല്ലേ? ഇപ്പം എൻ്റെ സ്കൂളിലെ രക്ഷിതാക്കൾ പറയൽ എന്താണെന്നറിയോ? വർക്കൊന്നും ഫോണിൽ വിടരുത് എന്നാണ് പറയുന്നത്. ഫോണിൽ വിടരുത്. എന്താ കാരണം? അവർ ഫോൺ വാങ്ങിക്കൊണ്ടുപോയാൽ പിന്നെ എന്താ നോക്കണമെന്ന് അറിയില്ല എന്നാ. മൊബൈൽ ലോകത്താണുള്ളത് അല്ലേ? എൻ്റെ ഉമ്മ ഒരു സിനിമയ്ക്ക് പോട്ടേന്ന് ചോദിച്ചതിന് എൻ്റെ തൊട നിറച്ചും വരിഞ്ഞിട്ടിട്ടുണ്ട്. സാധാരണ ഉമ്മ എന്തെങ്കിലുമൊക്കെ എന്നോട് തല്ലൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ബാപ്പാനോട് കംപ്ലൈൻറ്റ് പറയും. കാരണം ഞാൻ ബാപ്പാൻ്റെ ചെറിയ കുട്ടിയാണ്. ആ ഒരിളവ് ബാപ്പാൻ്റെ അടുത്ത് കിട്ടും. തമാശക്കാണെങ്കിലും ഉമ്മാനോടൊന്ന് ചോദിക്കും, എന്താടി ഇതിൻ്റെ ഉടനെ കാട്ടി നമുക്കൊരു ചോദ്യം ചോദിക്കും. അത് കേൾക്കുന്ന ഒരു സന്തോഷത്തിനെങ്കിലും പറയും. പക്ഷേ ഇത് പറയാൻ പോയില്ല. കാരണം എന്താ? ഇത് പറഞ്ഞാൽ ചിലപ്പോൾ മറ്റേ തുടങ്ങി കൂടി എന്താവും? വര വീഴും അല്ലേ? ഇങ്ങനെ ഒരു രക്ഷിതാവ് തൻ്റെ കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുപോവുക, നന്മയിലൂടെ കൈപിടിച്ച് കൊണ്ടുപോവുക. മൊബൈൽ ഫോണിൻ്റെ കാലത്തും അതാ ചെയ്യേണ്ടത്. നമ്മുടെ മൊബൈൽ ഫോണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനെന്താ മാർഗം? എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അവിടെയാണല്ലോ പ്രശ്നമുള്ളത്. പ്രശ്നം പറയാൻ എളുപ്പമുണ്ട്, പരിഹാരം എന്താണ്? 3 പരിഹാരം ഞാൻ സാധാരണ പറയാറ്. എൻ്റെ വീട്ടിൽ പാസ്സാക്കിയതും ആ 3 എണ്ണ. എന്താണെന്നറിയോ? 1, മൊബൈൽ യൂസേജിന് ടൈം നിശ്ചയിച്ചു കൊടുത്തു, സമയം നിശ്ചയിച്ചു കൊടുത്തു. മഗ്രിബ് ബാങ്ക് വിളിച്ചാൽ രാത്രി 9 മണി വരെ എൻ്റെ വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല. ആരുപയോഗിക്കാൻ പാടില്ല? ബാപ്പയായ ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. ഫോൺ വന്നെടുക്കാം, കോള് വന്നാലെടുക്കാം. അതിൻ്റെ അപ്പുറത്ത് മൊബൈൽ ഫോണ് മറ്റൊരു യൂസിനും 6 മണി മുതൽ 9:30 വരെയുള്ള മഗ്രിബ് മുതൽ കുട്ടികൾ പഠിച്ച് കഴിയുന്ന സമയം വരേക്കും എന്ത് ചെയ്യാൻ പാടില്ല? മൊബൈൽ എടുക്കാൻ പാടില്ല. ഞാൻ എടുക്കാൻ പാടില്ല, എൻ്റെ വൈഫ് എടുക്കാൻ പാടില്ല, എൻ്റെ മോളും ആൺമക്കളും എടുക്കാൻ പാടില്ല. നിയമമാണ് അത്. മൊബൈൽ ഫ്രീ ടൈമാണ്. ആ ടൈം കുട്ടികൾ പഠിക്കട്ടെ അല്ലേ? ഇന്നിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്നാളൊരു കുട്ടി ഒരു കഥ പറയുക കേട്ടോ. ഒരു കുട്ടി പറഞ്ഞു, ഉപ്പച്ചി എന്താ ഉപ്പച്ചി? പിന്നെയും ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു, ഇന്നെ ഒരു ആപ്പാക്കാൻ പറ്റുമോ ഉപ്പച്ചി എന്ന് ചോദിച്ചു. 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയെ ഇന്നെ ഒരു ആപ്പാക്കാൻ പറ്റുമോ? അപ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ അന്തം വിട്ട്, ബാപ്പി ഇമ്മ ഇങ്ങനെ അന്തം വിട്ട് എന്താ വിളി പറയണമെന്നാ. എന്താ വിളി പറയുന്നേ? അല്ലേ, അങ്ങനെയാണെങ്കിൽ ഇന്ന മൊബൈൽ കയറ്റി വെച്ചാൽ നിങ്ങളെപ്പോഴും ഇന്നെടുത്ത് നോക്കുമല്ലോ. മനസ്സിലായോ? ഇപ്പം മക്കളെ നോക്കാൻ നമുക്ക് നേരല്ല. എന്തെങ്കിലും വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് 2 വിളിയുള്ളൂ. ഉമ്മ എങ്ങനെയാണ്, ഉപ്പ എങ്ങനെയാണ്? മക്കൾ വന്നാൽ മക്കൾക്കൊന്നും സംസാരിക്കാൻ സമയമില്ല, മക്കളെ സ്നേഹിക്കാൻ നമുക്ക് സമയമില്ല. നമ്മളാകെ എന്താണ്, ഇപ്പോൾ ഒരു 350 ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും. 8-ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടം, 9-ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടം, +1 പഠിച്ച കൂട്ടം അല്ലേ? ഇതൊക്കെ കൂടി കഴിഞ്ഞ് അവരോടുള്ള ചാറ്റിലൊക്കെ കഴിഞ്ഞ് രാത്രി 12 മണിക്കാ വൈഫ് ഒന്ന് ഫോൺ വെക്കുക അല്ലേ? എന്താ കാരണം? അവരോടൊന്നും പ്രതികരിച്ചിട്ടില്ല, ഇവരോടൊന്നും പ്രതികരിച്ചിട്ടില്ല. 8-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിച്ചതൊരു സ്കൂളിലാണ്, അവിടുത്തെ ഒരു കൂട്ടായ്മയുണ്ട്. 8-ലും 9-ലും പഠിച്ച് വേറൊരു സ്കൂളിലാണ്, അവിടെ ഒരു കൂട്ടായ്മയുണ്ട്. +1 +2 പഠിച്ച് വേറൊരിടത്താണ്, അവിടുത്തെ ഒരു കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിലുള്ള 250 ആളോടും ചാറ്റാൻ തന്നെ നമുക്ക് എത്ര സമയം വേണം അല്ലേ? ഞാൻ ഒരു ഗ്രൂപ്പിൽ ഇടപെടാറില്ല. ഗ്രൂപ്പിലൊക്കെ ഞാനുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ചിലർ പറയും, ഈയൊക്കെ വലിയ മൂല്യരായി, അപ്പം നമ്മളൊന്നും പറ്റൂലല്ലേ എന്ന്. ശരിയാണ്, സമ്മതിച്ചു കൊടുക്കല. വലിയ മൂല്യന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറയും. വലിയ മൂല്യന്മാരൊക്കെ ആകുമ്പോഴേ അങ്ങനെ പറ്റുള്ളൂ എന്ന് പറയല. പോയിട്ടില്ല ഇതുവരെ ഒരു കൂട്ടായ്മയ്ക്കും.
പോകാൻ പേടിയാ സത്യത്തിൽ. കാരണം എന്താ പറയുക, എനിക്കറിയാം എൻ്റെ കൂടെ പഠിച്ച ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ, നമ്മൾ ചെന്നാൽ അവരൊക്കെ കൂടി ഉണ്ടാവും ചുറ്റുവട്ടത്ത്. അതിൻ്റെ അപ്പുറത്തൊരു കഴുകൻ വേറെ നിൽക്കുന്നുണ്ടാവും ഒരു മൊബൈലുമായിട്ട്. ഇതൊക്കെ കൂടി ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരും. നിങ്ങൾ എന്ത് പറയും? ഓ ഷാബുദിനെ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ എന്തൊരു ഉഷാറായിരുന്നു അല്ലേ, ഇപ്പം നോക്കി നിങ്ങൾ ആ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി നിൽക്കണം പറയൂലേ. പേടിച്ചിട്ടാണ് പോകാത്തത്. കാരണം ഇവരതിനാണ് ഈ വട്ടം തിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കുന്നവർക്കൊക്കെ അറിയാലോ. ചിലപ്പോഴൊക്കെ അങ്ങനെയാണ്. ഭക്ഷണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിൽ വെച്ച് ഞാൻ പറഞ്ഞു, ചങ്ക് പിടിച്ച് പരമാവധി ഒഴിവാക്കണം. എല്ലാ ദിവസവും നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ബ്രോസ്റ്റും അതും ഇതൊന്നും വാങ്ങിക്കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരിടത്തൊരു ക്ലാസ്സിൽ ഞാനങ്ങ് പറഞ്ഞത് സത്യമാണ്. അത് കഴിഞ്ഞൊരു 1.5 വർഷം കഴിഞ്ഞ് ഇതങ്ങനെ കുറേ ഓടിയിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഓടിയിട്ടുണ്ട് കുറേ. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഫസാദ് ബുക്ക് എന്നാണല്ലോ അല്ലേ, അതിൽ കൂടെ കുറേ ഓടി നടന്നൊരു സാധന. വണ്ടൂർ പരിസരത്ത് പെരിന്തൽമണ്ണയ്ക്കും നിലമ്പൂരിനും ഇടയിലുള്ള ഒരു സ്ഥലത്ത് എനിക്കൊരു പ്രോഗ്രാമിന് ഒരിക്കൽ രാത്രി പോയി. രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞ സമയത്ത് സാധാരണ ഒരു ഭക്ഷണം തരുമല്ലോ അല്ലേ. അപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഭക്ഷണം നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല, പുറത്ത് ഏൽപ്പിച്ചേക്കാണ്. എവിടെയാന്ന് ചോദിച്ചു. അതൊരു ഹോട്ടലാണ്, നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞു. എന്നാൽ പോകാമെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്നെ കൊണ്ടുപോയത് ഇതുപോലെ ബ്രോസ്റ്റും ഷവായും ഒക്കെ ഉള്ള ഒരു കടയേക്കാ. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോയി കഴിക്കൽ കൊണ്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാനവിടെ കയറി ചെന്നു. എന്താ വേണ്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെയോ എന്ന് ചോദിച്ചു. ഇവിടെ തേങ്ങാച്ചോറും പോത്തിൻ്റെ എല്ലുണ്ട്, എന്താ പറയുക വാരി, അങ്ങനത്തെ ഒരു പ്രത്യേകം വാരിയിൽ മാത്രം വെട്ടിക്കരച്ചിട്ടിട്ടുള്ള പോത്തിൻ്റെ ഒരു കറിയുണ്ട്, എന്നാൽ അത് നീക്കിയെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ബില്ലടക്കാൻ ചെന്നു. ഞാനിങ്ങനെ പല്ല് കുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുക ബില്ലടക്കുന്നിടത്ത്. അപ്പം ആ ഓണറുണ്ടല്ലോ, ഹോട്ടലിൻ്റെ ക്യാഷ് വാങ്ങുന്ന ഓണർ എന്നോട് ചോദിച്ചു, ഞാൻ അങ്ങനെ നോക്കിയിരുന്നു നിങ്ങൾ എന്താ തിന്നണത്. നോക്കൂ, 1.5 വർഷമോ 2 വർഷമോ മുമ്പ് ഞാൻ അവിടുത്തെ പ്രസംഗിച്ച ക്ലിപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം എന്നെ നോക്കുകയാണ്, എന്ത് ഞാൻ എന്താ കഴിക്കണത്. എന്തോ ഭാഗ്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല, ബ്രോസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചില്ല. ഇതാണ് അല്ലേ മാതൃകയാകേണ്ടവർ തിരിച്ചായി പോയാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇത് നമ്മുടെ മാതാപിതാക്കൾ അവരെപ്പോഴും തോണ്ടിക്കൊണ്ടിരുന്നാൽ മക്കൾ തോണ്ടാണ്ടിരിക്കുമോ? മക്കളോട് തോണ്ടണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ തോണ്ടൽ കുറക്കണം അല്ലേ. ഞാൻ പലപ്പോഴും പാരൻസ് മീറ്റിൽ എൻ്റെ സ്കൂളിൽ രക്ഷിതാക്കൾ പറഞ്ഞു കുട്ടികളൊക്കെ അഡിക്റ്റ് ആണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അഡിക്റ്റ് ആകാത്ത ഒരു ഉമ്മ എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് വരീന്ന് പറഞ്ഞു. ഞാൻ അഡിക്റ്റ് ആകാത്ത ഒരു ഉമ്മ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തൊന്ന് വരൂ. അവിടെ സ്കൂളിൽ ഇതുപോലെ തന്നെ കേട്ടോ ക്ലാസ് എടുക്കുക. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ പാരൻറ്റിങ് ക്ലാസ് സ്കൂളിലും വെക്കൽ. മറയൊക്കെ ഇട്ടിട്ട് തന്നെ വെക്കുക. ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ക്യാബിനിൽ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആരും വരുന്നില്ല. ഞാൻ പറഞ്ഞു ഇതാണ് പ്രശ്നം അല്ലേ. ഒരു നേരത്തെ അരി കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യും, വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവന്നാൽ പോരെ എന്ന് വെച്ചാൽ ആന്ന് പറയും. നെറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭാര്യ വിളിച്ചിട്ട് നാളെ കയറ്റിയാൽ പോരെ എന്ന് ചോദിച്ചു നോക്കൊണ്ടു. നാളെയാ അല്ലേ, നെറ്റ് നീ നാളെ കയറ്റിയെന്ന് പറയും. അത്രമാത്രം നെറ്റ്വർക്കിൽ അഡിക്റ്റാണ് നമ്മൾ ഓരോരുത്തരും. ആ അഡിക്ഷൻ നമ്മൾ മാറ്റുക എന്നതാണ്. മറ്റൊന്ന് ഓപ്പൺ ഏരിയയിൽ വെക്കുക. മൊബൈലും ടി വിയും ഒക്കെ ഉള്ള സ്ഥലം ഓപ്പണായിട്ട് വെക്കുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അഡിക്ഷനെ മാറ്റിയെടുക്കുക. ഞാൻ പറഞ്ഞു വന്നത് അവസാനിപ്പിക്കാൻ സമയമായി എന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മക്കളുടെ മുമ്പിൽ മാതൃകയാകാൻ എല്ലാ നിലക്കും നമുക്ക് സാധിക്കണം. അത് വസ്ത്രധാരണത്തിലു വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പരിസരത്ത് തൊട്ട് 2 ജില്ലക്കപ്പുറത്താണല്ലോ തട്ടമിട്ട ഒരു സഹോദരി തട്ടമിട്ടതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയത് അല്ലേ. അതെനിക്ക് ഏറ്റവും വലിയ രസം. തട്ടയിടാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾ തട്ടയിട്ടുകൊണ്ടാണ് വന്നത് കേട്ടോ. തട്ട മാത്രമല്ല പർദ്ദയിട്ടിട്ടാണ് വന്നത്. ഈ കുട്ടി പർദ്ദയിട്ടിട്ടില്ല, ചുരിദാർക്ക് തട്ടയിട്ടെ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം പർദ്ദയിട്ട് തട്ടമിട്ട് വന്ന താത്ത എന്ത് പറഞ്ഞു? അല്ല താത്തയല്ല, ഒരു പമ്പറന്നോട് എന്ത് പറഞ്ഞു? പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ആക്ഷേപിക്കാനൊന്നുമല്ല, അത് അവരുടെ നിയമം, അവരാവട്ടെ. നമ്മളവിടെ പഠിപ്പിക്കേണ്ട വെച്ചാൽ പോരെ അല്ലേ. മിനിമം അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പാടില്ല വേറെ സത്യം. സെക്യുലർ രാഷ്ട്രമാണ് നമ്മുടെ രാഷ്ട്രം. ഒരു സ്കൂൾ, ഇപ്പം എൻ്റെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. എൻ്റെ സ്കൂളിൽ യൂണിഫോം ഇടുമ്പോൾ തട്ടമിടേണ്ടത് മുസ്ലിങ്ങൾ മാത്രമാണ്. നമ്മൾ പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളല്ലാത്തവർ എൻ്റെ സ്കൂളിൽ പഠിക്കണേ തട്ടമിടണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫുൾ കൈ ഇടണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സന്തോഷകര അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫുൾ കൈ ഇട്ടാൽ വരല്. നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. മുസ്ലിം പെൺകുട്ടികൾ മാത്രമാണ് ഫുൾ കൈ ഇട്ട് വരേണ്ടത്. അതല്ലാത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്താൽ മതി, അവർ ഹാഫ് കൈ ഇട്ട് വരാമെന്നാണ് നിയമം. എന്നിട്ട് പോലും എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ കൈ ഇട്ട് വരുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ ഫുൾ കൈ ഇട്ടിട്ട് വരും. അതൊരു സന്തോഷമാണ്. നമ്മൾ കമ്പൽ ചെയ്തിട്ടൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, അവിടെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് എന്തുകൊണ്ടാണ് വേഷവിധാനങ്ങളിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത്? 132 കുട്ടികൾ ആ സ്കൂളിൽ ആര് പഠിക്കുന്നുണ്ട്? മുസ്ലിംസ് പഠിക്കുന്നുണ്ട്.
132 മുസ്ലിം കുട്ടികളിൽ ഏതാണ്ട് 50-ലധികം കുട്ടികൾ പെൺകുട്ടികളാണ്. ആ കുട്ടികൾക്ക് ആർക്കും തലയിൽ ഒരു ശിരോവസ്ത്രം ധരിക്കണമെന്ന ചിന്ത വന്നിട്ടില്ല. ആരാണ് കാരണക്കാർ? അവരെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളാണ്. ഇനി നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ നോക്ക്. ഗവൺമെൻറ് സ്കൂളിൽ പോകുന്ന, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ തലയിൽ ചൊവ്വേ തട്ടം ഇട്ടുകൊണ്ട് പോകുന്നുണ്ട്? സിന്ദാബാദ് വിളിക്കാൻ വരട്ടെ, സിന്ദാബാദ് വിളിക്കാൻ വരട്ടെ. നമ്മുടെ എത്ര കുട്ടികൾ തട്ടം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാറുണ്ട്? അവരൊത്ത് മറച്ച് വളരെ ചെറിയ പ്രായത്തിലെ പരിശീലിപ്പിക്കണ്ടേ? മദ്രസയിൽ വരുമ്പോൾ 2ാം ക്ലാസ് മുതൽ മഫ്ത ഇട്ടിട്ടല്ലേ വരുന്നത്? അല്ല, 1ാം ക്ലാസ് മുതൽ അല്ലേ? 1ാം ക്ലാസ്സിൽ വരുമ്പോൾ മുതൽ മഫ്ത ഇട്ട് വരുന്ന കുട്ടികൾ 5ലും 6ലും 7ലും എത്തുമ്പോൾ നമ്മുടെ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാ? നിങ്ങൾ ആലോചിച്ചാൽ മതി. സിന്ദാബാദ് വിളിക്കല്ല വേണ്ടത്. നമ്മൾ ആദ്യം മാതൃകയാകണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ നന്മയ്ക്ക് മാതൃകയാകണം. അങ്ങനെ മാതൃകാപരമായ ഒരു ജീവിതത്തെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴാണ് അത് കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുക? മാറുക. രണ്ടാമത്തേത്, ഇടപെടേണ്ടിടത്ത് ഇടപെട്ട് കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു കുമ്പളവള്ളി ഇങ്ങനെ പടർന്നു പോകുന്ന സമയത്ത് അതിര് ലംഘിക്കുന്നത് കണ്ടാൽ പിടിച്ചതിൻ്റെ തലപ്പ് പിടിച്ച് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കണ്ടേ? അല്ലേ? മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തില്ലെങ്കിലോ ആ വേലിയും കടന്നത് അപ്പുറത്ത് പോയിട്ട് എന്ത് ചെയ്യും? ഉണ്ടാവുകയും വളരുകയും ഒരു പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നടക്കുകയും ചെയ്യും. അപ്പോൾ പിടിച്ചു കൊടുക്കേണ്ട സമയത്ത് പിടിച്ചു കൊടുക്കണം. തിരിച്ചു വെക്കേണ്ട സമയത്ത് അവരെ തിരിച്ചു വെക്കണം. അതിനുള്ള പക്വതയാർജിച്ചവരായിരിക്കണം രക്ഷിതാക്കൾ. അദ്ദിബൂ ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അദബ് പഠിപ്പിക്കണമെന്ന്. അത് 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉണ്ടായത് കൊണ്ടായില്ല അദബ്. പിന്നെ എവിടെ വേണം? ജീവിതത്തിൽ രക്ഷിതാക്കൾ അതിനെ പരിശീലിപ്പിക്കണം. എങ്ങനെ? ഏറ്റവും ചെറിയ ഒരു ഭാഷയിൽ അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കട്ടെ. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഉസ്താദുമാരെ കണ്ടാൽ എന്തു ചെയ്യും? ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ ഉള്ളത്? അങ്ങനെയാണ് പണ്ട്. ഇപ്പോഴോ? ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ അലവി ഉസ്താദ്, എന്നെ 3ാം ക്ലാസ്സിലും 4ാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ചിരുന്ന അലവി ഉസ്താദ്, അവിടുന്ന് നടന്നു വരുന്നത് കണ്ടാൽ സൈക്കിളിൽ പോകുന്ന ഞാൻ സൈക്കിൾ നിർത്തും. സൈക്കിൾ നിർത്തിയിട്ട് മെല്ലെ ഇറങ്ങി സൈക്കിളും പിടിച്ചിങ്ങനെ നിൽക്കും. ഉസ്താദിൻ്റെ മുമ്പിലൂടെ അങ്ങ് പോകില്ല. എന്നിട്ട് ഉസ്താദ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഉസ്താദ് നമ്മുടെ സൈക്കിളും കടന്ന് പോയിട്ട് പിന്നെ ഉസ്താദ് ചോദിക്കുക എടുക്കാൻ പോകുന്നു, നിൻ്റെ അടുത്തേക്കാ പോകുന്നു, നമ്മൾ പൊയ്ക്കോ എന്ന് പറയും. ഉസ്താദ് പോയി കഴിഞ്ഞിട്ട് ആ സൈക്കിളിൽ വീണ്ടും കയറിയിട്ട് പോകും നമ്മൾ. ഇപ്പോഴാണെങ്കിൽ കിണി വെല്ലടിച്ച് വേണമെങ്കിൽ മാറിക്ക മൊലിയാരേ എന്ന് പറഞ്ഞിട്ടാണ് വരിക കുട്ടികൾ അല്ലേ? ഈ മാറ്റം എവിടെ നിന്നുണ്ടായതാ? ഞാൻ തീർത്ത് പറയുന്നു, രക്ഷിതാക്കളായ നമ്മളിൽ നിന്ന് കുട്ടികൾ കോപ്പി ചെയ്തതാണ്. പഴയ കാലത്ത് ഭവ്യതയോടുകൂടി കണ്ടിരുന്ന ഉസ്താദുമാരെ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ എന്ത് ചെയ്യുന്നില്ല? അത്ര ഭവ്യതയോടുകൂടി കാണുന്നില്ല. കുറച്ച് നേരം വൈകിയാൽ നമ്മൾ എന്തൊക്കെ മൊയിലേരുന്ന് നേരം വൈകിയാൽ വന്ന് ആ മൊയിലേരെന്നുള്ള വിളി കേട്ടാൽ അറിയാതെ സ്നേഹം കൊണ്ടാണ് അല്ലേ? സ്നേഹം ഉണ്ടാകുന്ന വിളിയാണല്ലോ. ഉസ്താദ് എന്ന് അഭിസംബോധന ചെയ്യുന്നിടത്ത ബഹുമാനം അല്ലേ? അങ്ങനെ തന്നെയാണ്. നമ്മളതങ്ങനെ ശീലിക്കണം. ഉസ്താദുമാരോടുള്ള ബഹുമാനം ഉണ്ടാകുമ്പോഴേ കുട്ടിക്ക് ഉസ്താദുമാരെ അനുകരിക്കണമെന്നും അനുസരിക്കണമെന്നും ഓർമ്മ ഉണ്ടാവുക. അതിനെന്ത് ചെയ്യണം? ആ ഒരു തലത്തിലേക്ക് നമ്മുടെ മൈൻഡാണ് ആദ്യം മാറേണ്ടത്. രക്ഷിതാക്കളുടെ മൈൻഡ് മാറണം. ഉസ്താദുമാരെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. ഇന്ന് ഉപ്പയും ഉമ്മയെയും ബഹുമാനിക്കുമോ? കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമോ? അങ്ങനെ ഇല്ലല്ലോ. അവിടെയാണ് സിസ്റ്റമാറ്റിക്കലായിട്ട് നമ്മൾ കുട്ടികളെ തർബിയത്ത് ചെയ്യേണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ മതം പഠിപ്പിക്കുന്നത് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കൽ അള്ളാഹുവിന് വഴിപ്പെടുന്നതിൻ്റെ ഭാഗമാണ് എന്നാണ് അല്ലേ? മാതാപിതാക്കളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്, ഉപ്പയെയും ഉമ്മയെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ആരാധനയുടെ ഭാഗമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മതം. ഇന്ന് ബാപ്പയും ഉമ്മയും വന്നാൽ അതിന് നമ്മളൊരു പേരിടും. എന്താ പറയുക? അവൻ്റെ വീട്ടിൽ സോഷ്യലാണ് എല്ലാവരും എന്നാ. വേണ്ട, സയൻസ് ഉണ്ടായിട്ട് മതി ആ സോഷ്യൽ അല്ലേ? എല്ലായിടത്തും അങ്ങ് സോഷ്യലാവണ്ട, ആവശ്യത്തിനാവാം. മക്കളോട് സംസാരിക്കാം. പഴയ കാലത്തെ പോലെ ചെരുപ്പൂരി വന്നിട്ട് സംസാരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ബാപ്പയെ ബാപ്പയായി കാണാൻ പരിശീലനം കൊടുക്കണം. അവിടേക്ക് നമ്മൾ വളരണം. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അങ്ങനെ ബഹുമാനിക്കുന്നത് കാണുമ്പോഴാണ് നമ്മളെ നമ്മുടെ മക്കളും ബഹുമാനിക്കുന്നത്. അറിയോ, എൻ്റെ വീട്ടിലൊരു സിസ്റ്റം ഉണ്ട്. എൻ്റെ ഇക്കാക്കമാരോ ഇത്താത്തമാരോ വന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ഞാനും എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനും തമ്മിൽ 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 1.5 വയസ്സ്. ആ 1.5 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളുവെങ്കിലും എപ്പോഴൊക്കെ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ജ്യേഷ്ഠൻ വരുന്നുവോ അവിടുന്ന് കാണുമ്പോൾ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കും. അതുകൊണ്ടുള്ള സുഖം എന്താണെന്നറിയോ? എൻ്റെ മൂത്ത മോനെ കാണുമ്പോൾ അതിൻ്റെ താഴെയുള്ള മോൻ എഴുന്നേറ്റ് നിൽക്കുന്നത് എഴുന്നേറ്റ് നിൽക്കടാന്ന് ഞാൻ പഠിപ്പിച്ചിട്ടല്ല. ഞാൻ എൻ്റെ ഇക്കാനെ ബഹുമാനിക്കുന്നത് കണ്ട അവൻ പഠിച്ചതാ.
ഞാൻ എൻ്റെ ഉമ്മ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടുപഠിച്ചത് കൊണ്ടാ എൻ്റെ മക്കള് എൻ്റെ ഭാര്യയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. പകർന്നു കൊടുക്കേണ്ടതാണ് സംസ്കാരം, പഠിപ്പിച്ചു കൊടുക്കേണ്ടതല്ല. ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ല, ബഹുമാനിക്കണമെന്ന് കാണിച്ച് പരിശീലിപ്പിച്ചു കൊണ്ടുവരണം. പകർന്നു കൊടുക്കുക എന്നാണ് അതിന് പറയുക. സംസ്കാരം പകർന്നു കൊടുക്കുക. ഇസ്ലാം പകർന്നു കൊടുക്കാനുള്ളതാണ്, പഠിപ്പിച്ചു കൊടുക്കാനുള്ളതല്ല. അത് പകർന്നു കിട്ടേണ്ടിടത്ത് നിന്ന് പകരുക എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? പകരുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കൊറോണ പകർന്നില്ലേ? കൊറോണ പകരും. എന്തുകൊണ്ടാ? എന്നിലുണ്ടെങ്കിലേ കൊറോണ നിങ്ങൾക്ക് എന്താവുള്ളൂ? പകരുള്ളൂ. നിങ്ങൾക്ക് കൊറോണ അല്ലെങ്കിൽ പേടിക്കേണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്? എന്നിൽ ഉണ്ടാകണം, അപ്പോഴേ നിങ്ങളിലേക്ക് പകരുള്ളൂ. പാരൻസ്, രക്ഷിതാക്കളായ നമ്മളിൽ ആ ഒരു സംസ്കാരം, ആ ഇസ്ലാമിക് കൾച്ചർ, ആ നിസ്കാരം, നോമ്പ്, സുന്നത്ത് നിസ്കാരം, ഹദ്ദാദ് ചെല്ലല്, എന്തൊക്കെ നല്ല സംസ്കാരങ്ങളുണ്ടോ അതെല്ലാം പിതാവായ എന്നിൽ, മാതാവായ എൻ്റെ ഭാര്യയിൽ ഉണ്ടാകുമ്പോഴാണ് ആരിലേക്കത് പകരുക? നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മക്കളിലേക്കത് പകരുന്നത്. അതില്ലെങ്കിൽ ചെല്ലടാ പഠിക്കടാ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്താവൂല? ചെയ്യൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾ നമ്മുടേതായി, നമുക്ക് പ്രാർത്ഥന നൽകുന്ന, നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മളെ മാതാപിതാക്കൾ എന്ന നിലക്ക് മരണപ്പെട്ട് കിടക്കുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, അല്ലാഹുമ്മഗ്ഫിർ ലഹു, പടച്ചോനെ എൻ്റെ ഉമ്മാക്ക് എൻ്റെ ഉപ്പാക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാകണമെങ്കിൽ, പ്രായമായി നമ്മൾ നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ ഇതെൻ്റെ ഉമ്മയാണ്, അതിനെ വൃദ്ധസദനത്തിൽ കൊണ്ടുവാക്കേണ്ടതല്ല, നിനക്ക് കഴിയില്ലെങ്കിൽ ഞാൻ നോക്കുമെന്നെങ്കിലും നമ്മുടെ മക്കളുടെ ഭാര്യമാരോട് പറയണമെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കളെ മാതൃകാപരമായി വളർത്തിയെടുക്കുക, അവർക്ക് നല്ല മാതൃകകൾ കൊടുക്കുക. എങ്ങനെയൊക്കെ അവരാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതുപോലെ നമ്മൾ ആയി മാറുക. നമ്മൾ സാധാരണ പറയും, എന്നെപ്പോലെ എൻ്റെ കുട്ടി ആകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓനെ മദ്രസയിൽ പറഞ്ഞയച്ചത്. ഞാൻ തീർത്തു പറയുന്നു, നിങ്ങളെപ്പോലെയേ നിങ്ങളുടെ മക്കൾ ആവുകയുള്ളൂ. മദ്രസയിൽ പറഞ്ഞയച്ച് നിങ്ങളെപ്പോലെ ആകാതിരിക്കാനല്ല, നിങ്ങളെപ്പോലെ ആകണമെന്ന് ആഗ്രഹിക്കുകയും അവരെങ്ങനെയാകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അതിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്താൽ ഒരു സമൂഹം രക്ഷപ്പെടും, ഒരു കുടുംബം രക്ഷപ്പെടും. വരാനിരിക്കുന്ന ഭാവിയിൽ മുസ്ലിം സമൂഹം അവനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ അവരെ നോക്കുന്ന ഒരവസ്ഥ സംജാതമാകും. അതുകൊണ്ട് സ്വഭാവങ്ങളിൽ, സംസ്കാരങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ, വേഷവിധാനങ്ങളിൽ, ആരാധനകളിൽ, മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിൽ എല്ലായിടത്തും നമ്മുടെ മക്കൾക്ക്, സമൂഹത്തിന് മാതൃകയാകാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു ശ്രമമുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല രക്ഷിതാവാകാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് വേണ്ടതുപോലെ പറയാം. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.